നമസ്കാരം. പ്രധാന വാർത്തകൾ. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തി പഞ്ചായത്തുകളിൽ ജനവിധി അട്ടിമറിക്കാൻ CPM ശ്രമമെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. കേന്ദ്രത്തിലെ BJPയും കേരളത്തിലെ CPMഉം ഒരുപോലെയാണെന്നും VT ബൽറാം. വോട്ടർ പട്ടികയിലെ പ്രശ്നങ്ങൾ ഉന്നയിച്ച് നെല്ലായ പഞ്ചായത്തിലേക്ക് UDF മാർച്ച്. നാട്ടുകാരുടെ നിവേദനം ചുരുട്ടി വലിച്ചെറിഞ്ഞതിൽ പ്രതിഷേധിച്ച് ഏലംകുളം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ആക്ഷൻ കമ്മിറ്റിയുടെ മാർച്ച്. നിവേദനം ചുരുട്ടി വലിച്ചെറിഞ്ഞെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് P. സുധീർ ബാബു. വിവാദം പുതുക്കി പണിത കുന്നക്കാവ് ഹെൽത്ത് സെന്ററിന് പേരിടുന്നതിനേച്ച്. ഉദ്ഘാടനം കഴിഞ്ഞ കുമരമ്പത്തൂർ പഞ്ചായത്ത് കെട്ടിടത്തിന് വീണ്ടും ടെൻഡർ വിളിച്ച സംഭവം. ടെൻഡർ വിളിച്ചത് പൊതുമേഖലാ സ്ഥാപനമായ സിൽക്ക് എന്ന് ഭരണസമിതി. ക്രമക്കേടുണ്ടെങ്കിൽ മറുപടി പറയേണ്ടത് സിൽക്ക് പ്രതിനിധി. പട്ടാമ്പി ടൗണിലെ റോഡ് നവീകരണം കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കണമെന്ന് UDF. അപാകതകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ വികസന വിരോധികളായി മുദ്രകുത്തി. പ്രവൃത്തികളിൽ അശാസ്ത്രീയത ആരോപിച്ച് BJPയും രംഗത്ത്. നെല്ലായ മാരായമംഗലത്ത് വീട്ടമ്മയുടെ 2.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല ബൈക്കിലെത്തിയ സംഘം കവർന്നു. റോഡിനോട് ചേർന്ന് മുറ്റമടിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരുന്നു മാല പൊട്ടിച്ചത്. ചെറുപ്പശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ആരംഭിക്കുന്ന ബ്ലഡ് ബാങ്കിന്റെ ട്രയൽ റൺ വിജയകരം. 80 മുതൽ 100 യൂണിറ്റ് വരെ രക്തം ശേഖരിക്കും. ബ്ലഡ് ബാങ്ക് പൂർണ്ണതോതിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ആശുപത്രി സൂപ്രണ്ട്. ഏലംകുളം പഞ്ചായത്തിന്റെ ഇടപെടൽ ഫലം കണ്ടു. ചെറുകര റെയിൽവേ സ്റ്റേഷന് സമീപം അടിപ്പാതയ്ക്ക് റെയിൽവേയുടെ അനുമതി. 2.56 കോടി രൂപയുടേതാണ് എസ്റ്റിമേറ്റ്. വിശദമായ വാർത്തകൾ നോക്കാം. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തി പഞ്ചായത്തുകളിൽ ജനവിധി അട്ടിമറിക്കാൻ CPM ശ്രമമെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. കേന്ദ്രത്തിലെ BJPയും കേരളത്തിലെ CPMഉം ഒരുപോലെയാണെന്നും VT ബൽറാം പറഞ്ഞു. നെല്ലായ പഞ്ചായത്തിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച് UDF നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു VT ബൽറാം. നെല്ലായ പഞ്ചായത്തിൽ വാർഡ് വിഭജനത്തിലും വോട്ടർ പട്ടികയിലും വ്യാപകമായ ക്രമക്കേടുകൾ നടന്നുവെന്നാരോപിച്ചാണ് പഞ്ചായത്ത് UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തി പഞ്ചായത്തുകളിൽ ജനവിധിയെ അട്ടിമറിക്കാനാണ് CPM ശ്രമിക്കുന്നതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത VT ബൽറാം പറഞ്ഞു. കേന്ദ്രത്തിൽ BJP സ്വീകരിച്ച അതേ ശൈലിയാണ് കേരളത്തിൽ CPM സ്വീകരിച്ചു വരുന്നത്. CPMന്റെയും BJPയുടെയും സമീപനങ്ങൾ എല്ലാ കാര്യത്തിലും എല്ലായിടത്തും ഒരുപോലെയാണെന്നും VT ബൽറാം പറഞ്ഞു. സംവിധാനങ്ങളെയും ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് വോട്ടർ പട്ടികയിൽ വീണ്ടും ക്രമക്കേട് നടത്തിക്കൊണ്ട് ഈ പഞ്ചായത്ത് ഭരണം കേരളം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ സാധിക്കുമോ എന്നുള്ള പരീക്ഷണത്തിലാണ് കേരളം ഭരിക്കുന്ന CPMന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ. നമ്മൾ ഈ CJP എന്നൊക്കെ പറയുന്നത് വെറുതെ അല്ല. ഇവർ രണ്ടുപേരും ഒന്നാണ്. ഇവർ രണ്ടുപേരുടെയും എല്ലാ പ്രവർത്തന ശൈലിയും ഒന്നാണ്. ഇവരുടെ സമീപനങ്ങൾ എല്ലായിടത്തും ഒരുപോലെയാണ്. എവിടെയാണോ ഇവർക്ക് അധികാരമുള്ളത്, കേന്ദ്രത്തിലാണെങ്കിൽ BJP, സംസ്ഥാനത്താണെങ്കിൽ CPM, അവരുടെ ശൈലി, അവരുടെ പ്രവർത്തനങ്ങൾ അത് രണ്ടും ഒരുപോലെയാണ് എന്ന് കേരളത്തിന് തിരിച്ചറിയാൻ കഴിയുന്ന നിരവധി ഉദാഹരണങ്ങളിൽ ഒന്ന് മാത്രമാണ് ഈ വോട്ടർ പട്ടികയുടെ കാര്യത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വോട്ടർ പട്ടികയിൽ യഥാർത്ഥത്തിൽ അർഹതപ്പെടേണ്ട നിരവധി ആളുകളെ സ്ഥലത്തില്ല, അങ്ങോട്ട് മാറി താമസിച്ചു, ഇവിടെ പോയി, വിദേശത്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏകപക്ഷീയമായി വെട്ടിമാറ്റുകയാണ്. എന്നാൽ മറുഭാഗത്ത് CPMകാർ നൽകിയ പേരുകൾ അത് ഒരെണ്ണം പോലും വെരിഫൈ ചെയ്യാതെ വിദേശത്തുള്ള ആളുകളെ പോലും അവർ നേരിട്ട് വന്ന് ഹിയറിംഗിൽ പങ്കെടുത്തു എന്ന് നുണ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ വോട്ടർ പട്ടികയിലേക്ക് വീണ്ടും കയറ്റിയിരിക്കുകയാണ്. യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് PP അൻവർ സാദത്ത് മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് UDF ചെയർമാൻ മേലാടയിൽ ബാപ്പുട്ടി അധ്യക്ഷത വഹിച്ചു. കൺവീനർ മൂസ പേങ്ങാട്രി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷബീർ നീരാണി, N. ജനാർദ്ദനൻ, ഹംസത്ത് മാടാല, ബിജു N, KMK ബാബു, വീരാൻ ഹാജി, KP മുഹമ്മദ്, മാടാല മുഹമ്മദ് അലി, MK ഉനൈസ് മാരായമംഗലം, M. നാസർ മാസ്റ്റർ, NP രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ജാഫർ മോളൂർ, കമാൽ ഇരുമ്പാലശ്ശേരി, മലയിൽ മുസ്തഫ, അൽത്താഫ് മംഗലശ്ശേരി, അബ്ദുറഹ്മാൻ, മൻസൂർ വരേങ്ങൽ, K. രാജേഷ്, മെഹ്റൂഫ് വരേങ്ങൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. നാട്ടുകാരുടെ നിവേദനം ചുരുട്ടി വലിച്ചെറിഞ്ഞതിൽ പ്രതിഷേധിച്ച് ഏലംകുളം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. പുതുക്കി പണിത കുന്നക്കാവ് ഹെൽത്ത് സബ് സെന്ററിന് സ്ഥലം സൗജന്യമായി വിട്ടു നൽകിയ പുതുമന വാസുദേവൻ നമ്പൂതിരിയുടെ പേര് നൽകണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ഒപ്പിട്ട നിവേദനം പഞ്ചായത്ത് ബോർഡ് യോഗത്തിൽ ചുരുട്ടി വലിച്ചെറിഞ്ഞതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. പഞ്ചായത്ത് ഭരണസമിതി രാജിവെക്കുക. പഞ്ചായത്ത് ഭരണസമിതി രാജിവെക്കുക.
പുതുക്കിപ്പണിത കുന്നക്കാവ് ഹെൽത്ത് സബ് സെന്ററിന് സ്ഥലം സൗജന്യമായി വിട്ടു നൽകിയ പുതുമന വാസുദേവൻ നമ്പൂതിരിയുടെ പേര് നൽകണമെന്നാവശ്യപ്പെട്ട് നാട്ടിലെ 1200-ലധികം പേർ ഒപ്പിട്ട നിവേദനം പഞ്ചായത്ത് പ്രസിഡന്റിന് സമർപ്പിച്ചിരുന്നു. ഈ വിഷയം കഴിഞ്ഞ ദിവസം ഭരണസമിതി യോഗത്തിൽ അജണ്ട വെച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങിയപ്പോൾ 5-ാം വാർഡ് മെമ്പർ പിടിച്ചുവാങ്ങി ചുരുട്ടിയെറിഞ്ഞു. വായിക്കാൻ പോലും സമ്മതിക്കാതെ യോഗം പിരിച്ചുവിടുകയും ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ചാണ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സി സുകുമാരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. 5-ാം വാർഡ് മെമ്പർ ധിക്കരിച്ചും ആക്രോശിച്ചുമാണ് നിവേദനം വാരി വലിച്ചെറിഞ്ഞതെന്നും സഹമെമ്പർമാരുടെ മെമ്മോറാണ്ടം വായിച്ചു കേൾപ്പിക്കാൻ ധാർമ്മികവും നിയമപരവുമായ അവകാശം പഞ്ചായത്ത് പ്രസിഡന്റ് കാണിച്ചില്ലെന്നും സി സുകുമാരൻ പറഞ്ഞു. ആ ഭരണസമിതി ആ അജണ്ട എത്തിയേക്ക് ആ മെമ്മോറാണ്ടം എടുത്ത് വായിച്ച് 4-5 വരികൾ കഴിയുമ്പോഴത്തേന് ഒരു മെമ്പർ 5-ാം വാർഡിലെ മെമ്പർ അത് വായിക്കേണ്ട ആവശ്യമില്ല, അത് തീരുമാനിച്ച കാര്യമാണ്, അത് അറിയേണ്ട കാര്യമില്ല. ഇവിടെ EMSന്റെ പേര് മാത്രമേ ഇടാൻ കഴിയുള്ളൂ. ഇത് ഏലംകുളമാണ്. ഇവിടെ അങ്ങനെ വേറൊരു നമ്പൂതിരിയോ വേറൊരു പുതുമനയോ ഏലംകുളത്തില്ല. എല്ലാവരും ഇവിടെ EMSന്റെ പേരിടണം. അതുകൊണ്ട് അത് വായിക്കേണ്ട കാര്യമില്ല എന്ന് ആക്രോശിച്ചുകൊണ്ട് വലിയ രീതിയിൽ പഞ്ചായത്ത് ഭരണസമിതി ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് എണീറ്റ് ഏറ്റവും അവസാനം ഇരിക്കുന്ന മെമ്പറാണ്. ആ ഇരിപ്പിടത്തിൽ നിന്ന് എണീറ്റുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഡെസ്കിലേക്ക് ചെന്ന് കയ്യിൽ ഉണ്ടായിരുന്ന ആ മെമ്മോറാണ്ടം വാങ്ങി അത് പിച്ച് ചെയ്യുന്ന അത് വലിച്ചെറിയുന്ന ഞങ്ങളൊക്കെ മെമ്പർമാരെ മുഖത്തേക്ക് വലിച്ചെറിയുന്ന ഒരു സമീപനമാണ് ഒരു ജനപ്രതിനിധി ഉണ്ടാക്കിയത്. എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയും? ഞങ്ങൾ പറഞ്ഞത് അതിൽ പുതുമാന വാസുദേവൻ നമ്പൂതിരി പേരിടണമെന്ന് പറയുന്നുണ്ട് മെമ്മോറാണ്ടത്തില്. ഞങ്ങളത് പഞ്ചായത്ത് ഭരണസമിതി അത് അംഗീകരിക്കണം ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ഭൂരിപക്ഷവും നിങ്ങളെ സംവിധാനവും നിങ്ങളെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, അത് സഹമെമ്പർമാരുടെ ആ മെമ്മോറാണ്ടം എന്താണെന്ന് വായിച്ച് കേൾപ്പിക്കാനുള്ള ധാർമ്മികമായതും നിയമപരമായുമുള്ള അവകാശം പഞ്ചായത്ത് പ്രസിഡന്റ്. അത് പ്രസിഡന്റ് അത് 2-3 വരി വായിച്ചു. അതല്ലെങ്കിൽ വായിക്കാൻ മെനക്കെട്ട് അത് വെച്ച് ആ സമയത്തല്ല, അത് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ മെമ്പറുടെ ധിക്കാരം. മെമ്പർ കുറച്ചു കാലമായിട്ട് ഒരു 8-9 മാസമായിട്ട് വെട്ടിയ സ്വഭാവങ്ങളാണ്. കാരണം ഒരു സമയത്ത് പാർട്ടിയോട് അടഞ്ഞു നിൽക്കും, ചില സമയത്ത് മെമ്പർമാരോടും പ്രസിഡന്റും ദേഷ്യപ്പെടും, ചില സമയത്ത് അത് എന്തോ വേറെന്തെങ്കിലും കിട്ടുന്നതിന് വേണ്ടി എന്തെങ്കിലും പല സ്വഭാവങ്ങളാക്കുന്ന മെമ്പറാണ്. ഗ്രാമപഞ്ചായത്ത് അംഗം സൽമ കുന്നക്കാവ് അധ്യക്ഷത വഹിച്ചു. 3 വാർഡുകളിലെ 1200-ഓളം പേർ ഒപ്പിട്ട നിവേദനമാണ്. ജനങ്ങളുടെ ഈ നിവേദനത്തിന് ഒരു വിലയും കൽപ്പിച്ചില്ലെന്നും ഭരണത്തിലാണെന്ന് കരുതി എന്തും അവർ ചെയ്യുകയാണെന്നും സൽമ കുന്നക്കാവ് പറഞ്ഞു. ഒപ്പിട്ട നിവേദനാണ്. ഒരു പുല്ലുവിലയില്ലാതെ നമ്മുടെ പ്രസിഡന്റ് അധ്യക്ഷനായിരിക്കുന്ന ഒരു ബോഡി ഒരു മെമ്പർ അങ്ങനെ ചുരുട്ടി ഏറിയ എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങൾ ഞങ്ങള് മെമ്പർമാരുടെ മുഖത്തേക്കല്ല, ഈ 1200 ആളുകൾ ഒപ്പിട്ട നിവേദനം ഇത് ഞങ്ങള് ഒരു കസേരയിൽ ഇരുന്ന് ഒപ്പിട്ടതല്ല. എന്റെ ബാഗിലുണ്ട് അത്. 1200-ലധികം ആളുകൾ ഞങ്ങൾ വീട്ടിൽ ചെന്നുങ്ങാണ്ട് അവരെ ഒപ്പിടിച്ച് സംഗതി പറഞ്ഞ് മനസ്സിലാക്കി. അതിൽ രാഷ്ട്രീയമൊന്നും നോക്കിയിട്ടില്ല. ജാതി മത പേര് തന്നെ എല്ലാവരുടെയും പേരടക്കം ഫോൺ നമ്പർ അടക്കം എന്റെ ബാഗിലുണ്ട്. അപ്പൊ ആ ഒരു നിവേദനമാണ് ഒന്നുമില്ലാതെ ധരിച്ചറിഞ്ഞത്. അപ്പൊ ഇതിന്റെ നടപടി ഇതെന്തും ചെയ്യാം, ഞങ്ങളോ ഭരിക്കുന്നത്, ഞങ്ങൾക്ക് എന്തും ചെയ്യാം. കൂടുതൽ അംഗങ്ങൾ ഞങ്ങളല്ലേ, എങ്ങനെയാണ് ഈ അംഗങ്ങൾ കൂടുതലായത് എന്നൊക്കെ എന്നെ പോലെ നിങ്ങൾക്കും എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ആ വിഷയത്തിലൊന്നും ഞങ്ങൾ പോകുന്നില്ല. ആക്ഷൻ കൗൺസിൽ കൺവീനർ ഫൈസൽ കുന്നക്കാവ്, നാലകത്ത് ഷൗക്കത്ത്, PK കേശവൻ, മണികണ്ഠൻ കടന്നമംഗലം തുടങ്ങിയവർ സംസാരിച്ചു. വളരെ ലളിതമായ ഒരു സംഗതിയാണ് ഇത്രത്തോളം വഷളാക്കാൻ ഈ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കുന്നക്കാവിൽ പുതുതായി പൂർത്തീകരിച്ച ഹെൽത്ത് സബ് സെന്ററിന്റെ നാമകരണവുമായി ബന്ധപ്പെട്ട വിവാദം കുറച്ച് ദിവസങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏലംകുളം പഞ്ചായത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കെട്ടിടം കുന്നക്കാവിൽ നിർമ്മാണം പൂർത്തിയായി അതിന് ഉദ്ഘാടനത്തോടനുബന്ധിച്ചിരിക്കുമ്പോഴാണ് ദൗർഭാഗ്യകരമായ ഇത്തരത്തിലുള്ള ഒരു വിവാദം ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. സി അബ്ദുറഹ്മാൻ, അൻസർ കുന്നക്കാവ്, പഞ്ചായത്ത് അംഗങ്ങളായ ഹൈറുനീസ, ശ്രീനിവാസൻ കിഴക്കത്ത്, ഭാരതി, മാജിദ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഏലംകുളം ഗ്രാമപഞ്ചായത്ത് അംഗം സൽമ കുന്നക്കാവിൻ്റെ നേതൃത്വത്തിൽ സമർപ്പിച്ച ജനകീയ നിവേദനം ചുരുട്ടി വലിച്ചെറിഞ്ഞെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് P. സുധീർ ബാബു പറഞ്ഞു. പുതുമന കുടുംബത്തോട് എന്നും ബഹുമാനമാണ് ഉള്ളത്. കുന്നക്കാവ് ഹെൽത്ത് സബ് സെന്ററിന് EMSന്റെ പേരിടാൻ നേരത്തെ തീരുമാനിച്ചതാണ്. ജനകീയ മുന്നണി എന്ന പേരിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് സമരാഭാസമാണെന്നും പ്രസിഡന്റ് പറഞ്ഞു. പഞ്ചായത്ത് അംഗം സൽമ കുന്നക്കാവിൻ്റെ നേതൃത്വത്തിൽ നൽകിയ ജനകീയ നിവേദനം ബോർഡ് യോഗത്തിൽ ചുരുട്ടിയെറിഞ്ഞിട്ടില്ലെന്ന് നിവേദന കടലാസ് കെട്ട് കാണിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. സുധീർ ബാബു പറഞ്ഞു.
നിവേദനം വലിച്ചെറിഞ്ഞെന്ന് ആരോപിച്ച് പഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് സമരാഭാസമാണ് ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിൽ നടത്തിയത്. കുന്നക്കാവ് ഹെൽത്ത് സബ് സെന്ററിന് EMSന്റെ പേര് നാമകരണം ചെയ്യാൻ നേരത്തെ ബോർഡ് യോഗത്തിൽ തീരുമാനിച്ചതാണെന്നും പ്രസിഡന്റ് പറഞ്ഞു. 14/8 ഇവിടെ ഭരണസമിതി ചേർന്ന് ആദ്യത്തെ ഭരണസമിതി. അന്ന് EMSന്റെ പേരിടുന്നതിന് വേണ്ടി അന്ന് അത് ആ ഭരണസമിതിയിൽ അജണ്ട വെച്ച് പാസ്സാക്കിയെടുത്തതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഇന്ന് കീറിക്കളഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെമ്മോറാണ്ടം ഒരു മെമ്പർ കീറിക്കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നൊരു മാർച്ച് ഏലംകുളത്ത് നടത്തുന്നുണ്ട്. ഈ സാധനം കീറിക്കളഞ്ഞു എന്ന് അവർ ആരോപിക്കുന്ന മെമ്മോറാണ്ടാണ്. ബഹുമാനപ്പെട്ട സെൽമ മെമ്പർ ഒപ്പിട്ട് അത് ഒപ്പൊന്നും നമുക്കാർക്കും വ്യാജമായി ഇടാൻ പറ്റില്ലല്ലോ. അതേമാതിരി തന്നെ ഇതിൽ ഞങ്ങൾ ആരെന്ത് വ്യാജമായിട്ട് നിർമ്മിക്കാൻ കഴിയില്ല, എല്ലാവരും ഒപ്പുണ്ട്. ഇതുണ്ടോ, 1088ഓളം ആളുകൾ ഒപ്പിട്ട മെമ്മോറാണ്ടാണ്. ഇത് കൃത്യമായിട്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഓഫീസിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. പക്ഷേ ഈ ആടിനെ പട്ടിയാക്കുന്ന രീതിയിൽ, ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന രീതിയിലാണ് ഇന്നിവിടെ ഒരു ആഭാസ സമരം ആരാ നടത്തുന്നു വെച്ചാൽ ജനകീയ മുന്നണി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ മറ്റേ എന്താ പറയുക UDFന്റെ ഒക്കെ പിന്തുണയോടുകൂടിയാണ് ഇത് നടത്തുന്നത്. ഹെൽത്ത് സബ് സെന്ററിന് പുതുമന വാസുദേവൻ നമ്പൂതിരിയുടെ പേര് നൽകാനാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. പുതുമന കുടുംബത്തോട് ഏറെ ബഹുമാനമാണുള്ളത്. എന്നാൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും ഗവൺമെൻറ് LP സ്കൂളിലെയും പുതിയ കെട്ടിടങ്ങൾക്ക് പുതുമന വാസുദേവൻ നമ്പൂതിരിയുടെ പേര് നൽകാൻ തീരുമാനിച്ചതാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സുധീർ ബാബു പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഗ്രാമപഞ്ചായത്തിനോടൊപ്പം നിന്ന അല്ലെങ്കിൽ ഗ്രാമത്തിനോടൊപ്പം നിന്ന ആളുകളാണ് പുതുമന കുടുംബം. ആ പുതുമന കുടുംബത്തിനെ ഞങ്ങൾ എന്നും നല്ല രീതിയിൽ ഏലംകുളത്തുകാരൊക്കെ ബഹുമാനിക്കുന്ന ആളുകളാണ്. അവർ ഉന്നയിക്കുന്ന രീതിയിൽ ഇവിടുത്തെ UDFും അതേമാതിരി തന്നെ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ഉന്നയിക്കുന്നത് ചെറിയ കെട്ടിടത്തിന് EMSന്റെ പേരിടേണ്ട, വലിയ കെട്ടിടത്തിന് ഇടണമെന്നുള്ളതാണ്. ഞങ്ങളെന്താ വെച്ചാൽ ഇത് ഭരണസമിതി തീരുമാനിച്ചതിൻ്റെ ഭാഗമായി ഇടാൻ തീരുമാനിച്ചാണ്. ഞങ്ങളിപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ ജില്ലാ പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള ഗവൺമെൻറ് സ്കൂളിന് കഴിഞ്ഞ 2 വർഷം മുൻപ് 3 കോടി രൂപ കേരള സർക്കാർ അനുവദിച്ചതിൻ്റെ ഭാഗമായി നല്ലൊരു കെട്ടിടം അവിടെ വന്നിട്ടുണ്ട്. LP സ്കൂളിന് 72 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് നല്ലൊരു കെട്ടിടം ഗ്രാമപഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള LP സ്കൂളിന് കെട്ടിടം വന്നിട്ടുണ്ട്. ആ കെട്ടിടത്തിന് ഏതിനു വേണമെങ്കിലും ഈ ബഹുമാനപ്പെട്ട പുതുമന വാസുദേവൻ നമ്പൂതിരിയുടെ പേരിടാമല്ലോ. ഞങ്ങൾ മിനിഞ്ഞാന്നത്തെ ഭരണസമിതിയിൽ എടുത്ത തീരുമാനം, ഏലംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി എടുത്ത തീരുമാനം, ജില്ലാ പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള ഗവൺമെൻറ് സ്കൂളിലെ ഈ കെട്ടിടത്തിന് പുതുമന വാസുദേവൻ നമ്പൂതിരിയുടെ പേരിടണമെന്ന് ഭരണസമിതി തീരുമാനമെടുത്ത് ജില്ലാ പഞ്ചായത്തിലേക്ക് ശുപാർശ ചെയ്യുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇനി ഗ്രാമപഞ്ചായത്തിൽ അത്തരത്തിലൊരു മെമ്മോറാണ്ടം വരികയാണ്. ഗ്രാമപഞ്ചായത്തിൻ്റെ അധീനതയിലുള്ളതാണ് LP സ്കൂള്. അത്തരത്തിൽ എങ്ങനെയും ഒരു രീതിയിൽ മെമ്മോറാണ്ടം വന്നാൽ അതിന് ഞങ്ങൾ ഇടാൻ തയ്യാറാണ്. ഇതെന്താ ചെറിയൊരു ഒരു വാശി എന്ന രൂപത്തിലാണ്. പഞ്ചായത്തിലെ സമഗ്ര പുരോഗതി ലക്ഷ്യമാക്കിയാണ് ഭരണസമിതി പ്രവർത്തിക്കുന്നത്. തെറ്റായ ആരോപണം ഉയർത്തി കാപ്പട്യം നിറഞ്ഞ സമരം ചെയ്യുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. സുധീർ ബാബു പറഞ്ഞു. ആ വാശിക്ക് ഒരു രീതി ശരിയല്ലല്ലോ. ഇപ്പം എന്താ വെച്ചാൽ ഒന്നിനും സമരം നടത്താൻ കഴിയില്ല. ജില്ലയിൽ നോക്കൂ, നിങ്ങൾ ഇത് പ്രശസ്തി പത്രം ഒന്ന് നോക്കൂ. ഇത് ജില്ലയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കുടിവെള്ള ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിച്ചു. എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട് എന്ന സ്വപ്നം ഇവിടെ നടപ്പാക്കാൻ പോവുകയാണ്. അതേമാതിരി തന്നെ ആരോഗ്യ രംഗത്താണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള മുന്നേറ്റമാണ് ഏലംകുളത്ത് നടക്കുന്നത്. അപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇന്ന് പണി തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ജനങ്ങൾക്ക് പ്രയാസപ്പെടുന്ന ആളുകളുടെ ഒപ്പം നിൽക്കുന്ന ഈ ഗ്രാമപഞ്ചായത്തിന് ഒരു സമരവും അവർക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല. അപ്പം എന്താ വെച്ചാൽ ആടിനെ പട്ടിയാക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള കാപഢ്യം നിറഞ്ഞ സമരവുമായിട്ട് ഇവിടുത്തെ UDFും അതേമാതിരി തന്നെ ജമാഅത്തെ ഇസ്ലാമിയും ഒരുമ്പെട്ടിരിക്കുകയാണ്. കുമരമ്പത്തൂർ പഞ്ചായത്ത് കെട്ടിടത്തിന്റെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തീകരണത്തിനുള്ള 20 ലക്ഷം രൂപയുടെ ടെൻഡർ വിളിച്ചത് പൊതുമേഖലാ സ്ഥാപനമായ സിൽക്കാണെന്നും ക്രമക്കേടുണ്ടെങ്കിൽ അതിനുള്ള മറുപടി പറയേണ്ടത് സിൽക്ക് പ്രതിനിധികളാണെന്നും കുമരമ്പത്തൂർ പഞ്ചായത്ത് ഭരണസമിതി. പൂർത്തീകരിച്ച പ്രവൃത്തികൾ വീണ്ടും പുതിയ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയെന്നത് ഉൾപ്പെടെ LDF ഉന്നയിച്ച ആരോപണങ്ങൾ തെളിയിക്കാൻ LDFനെ വെല്ലുവിളിക്കുകയാണെന്നും ഭരണസമിതി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2,20 ലക്ഷം രൂപ ചെലവിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ഇതിൽ 20 ലക്ഷം രൂപയുടെ അന്തിമഘട്ട നിർമ്മാണത്തിന്റെ കരാർ പൊതുമേഖലാ സ്ഥാപനമായ സിൽക്കിന് നൽകിയത് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനപ്രകാരമാണ്.
ഉദ്ഘാടനത്തിന് മുന്നോടിയായി ചെയ്യേണ്ട അത്യാവശ്യ ജോലികൾ പൂർത്തീകരിക്കാൻ സിൽക്കിന്റെ പാനലിലുള്ള ലത്തീഫ് എന്ന കരാറുകാരനോട് വാക്കാൽ സിൽക്ക് അധികൃതർ ആവശ്യപ്പെട്ടു. കെട്ടിട നിർമ്മാണം നടത്തിയത് ഈ കരാറുകാരൻ തന്നെയാണ്. 20 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റിൽ 20% പ്രവൃത്തി ഇത്തരത്തിൽ സിൽക്ക് ഈ കരാറുകാരനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. 20 ലക്ഷം രൂപയുടെ പ്രവൃത്തിക്ക് 1 രൂപ പോലും പഞ്ചായത്ത് അനുവദിച്ചിട്ടില്ല. സിൽക്കും പഞ്ചായത്തും തമ്മിലാണ് കരാർ. പദ്ധതി പൂർത്തീകരിക്കാൻ താൽപര്യപത്രം ക്ഷണിച്ച് പ്രമുഖ പത്രങ്ങളിൽ പരസ്യം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സിൽക്കുമായി കരാറായത്. പഞ്ചായത്ത് അംഗീകരിച്ച എസ്റ്റിമേറ്റ് പ്രകാരം പണി പൂർത്തിയാക്കി പഞ്ചായത്ത് LSTD വിഭാഗം പരിശോധിച്ച് അംഗീകാരം നൽകിയ ശേഷമേ പഞ്ചായത്ത് തുക അനുവദിക്കൂ. ടെൻഡർ വിളിക്കാതെ പ്രവൃത്തി നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി സിൽക്കാണ്. എന്തുകൊണ്ട് ടെൻഡർ വൈകിപ്പിച്ചെന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടത് സിൽക്ക് പ്രതിനിധികളാണ്. നേരത്തെ പൂർത്തിയാക്കി തുക കൈപ്പറ്റിയ പ്രവൃത്തികൾ പുതിയ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് തെളിയിക്കാൻ ആരോപണം ഉന്നയിച്ചവരെ വെല്ലുവിളിക്കുകയാണ്. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനങ്ങളും ബിൽ കോപ്പിയും ആർക്കും പരിശോധിക്കാം. മറിച്ചുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. ഇതുമായി ബന്ധപ്പെട്ട ഏത് സംവാദത്തിന് തയ്യാറാണെന്നും ഭരണസമിതി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പൂർത്തീകരിച്ച ഓഫീസ് കെട്ടിടത്തിന് വീണ്ടും ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നു. കുമരമുത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ തീരുമാനപ്രകാരം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി സെക്രട്ടറി LSTD ഡിപ്പാർട്ട്മെന്റിന്റെ മേധാവിയായ AEയോട് ടെൻഡർ വിളിക്കാൻ പറഞ്ഞ ടെൻഡറാണോ? അല്ല. ആരാണ് ടെൻഡർ വിളിച്ചിട്ടുള്ളത്? സിൽക്കാണ്. സിൽക്കും കുമരമുത്തൂർ ഗ്രാമപഞ്ചായത്തും 20 ലക്ഷത്തിന്റെ വർക്ക് കരാറുണ്ട്. ആ കരാർ ഞങ്ങൾ ആ ഒരു പദ്ധതിക്ക് അംഗീകാരം DPC കിട്ടിയതിന്റെ മുറക്ക് നടപടിക്രമങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല, പാലിക്കേണ്ടതെല്ലാം പാലിച്ചുകൊണ്ട് സിൽക്കുമായി ബന്ധപ്പെട്ട കരാർ വെക്കുന്നു. ആ കരാറിൽ ഓഫീസ് കെട്ടിടത്തിന്റെ പ്രവർത്തനത്തിനാവശ്യമായ ആദ്യഘട്ട കാര്യങ്ങളിൽ അതിൽ ഉൾപ്പെടുത്തി ചെയ്യണമെന്ന് ഭരണസമിതി അവരോട് ആവശ്യപ്പെടുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ചെയ്യിപ്പിക്കാൻ നിയമസാധ്യതയുള്ള ആൾ തന്നെയാണ് നിലവിൽ അവിടെ വർക്ക് നടത്തുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് വാക്കാൽ എന്ത് ചെയ്യുന്നു? ആ കാര്യങ്ങളിൽ 20% അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? നടന്നിട്ടുണ്ട്. ആ നടന്ന 20%-ൻ്റെയെങ്കിലും ബിൽ പേയ്മെന്റ് ആവശ്യപ്പെട്ടുകൊണ്ടോ ഞങ്ങളുടെ കരാറുകാരൻ ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടോ സിൽക്ക് ആധികാരികമായി ഒരു രേഖയും നാളിതുവരെ തന്നിട്ടില്ല. അതുകൊണ്ട് സമാന വർക്ക് അവിടെ ഉണ്ടായിട്ടില്ല. മുമ്പ് 20 ലക്ഷം കൊടുത്തു എന്ന് പറയുന്നതിന് അല്ല, ഏതെല്ലാം കൊടുത്തുവോ ആ കൊടുത്ത അതേ വർക്കുകൾ ഈ പുതിയ എസ്റ്റിമേറ്റിൽ ഇല്ല. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മണ്ണാർക്കാട്ടെ മാധ്യമ പ്രവർത്തകർക്ക് മുമ്പിൽ സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് ചോദിച്ച ആളുകളോട് 100% 1000 വട്ടം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് രാജനാമ്പാടത്ത്, വൈസ് പ്രസിഡന്റ് റസീന വറോഡൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ PM നൌഫൽ തങ്ങൾ, സഹദ് അരിയൂർ, ഇന്ദിര മടത്തുംപുള്ളി, അംഗങ്ങളായ KK ലക്ഷ്മിക്കുട്ടി, ഷെരീഫ് ചങ്ങലേരി, സിദ്ദിഖ് മല്ലിയിൽ, D വിജയലക്ഷ്മി, മേരി സന്തോഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വെള്ളായ മാരായമംഗലത്ത് റോഡിനോട് ചേർന്ന് മുറ്റമടിച്ചുകൊണ്ടിരുന്ന വീട്ടമ്മയുടെ 2.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല ബൈക്കിലെത്തിയ സംഘം കവർന്നു. ചൊവ്വാഴ്ച വൈകിട്ട് 4:45 സംഭവം. മാരായമംഗലം തോട്ടത്തിൽപ്പടി വീട്ടിൽ വത്സലയുടെ മാലയാണ് കവർന്നത്. ചെർപ്പശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. നെല്ലായ പട്ടിശ്ശേരി കുറത്തിപ്പാറയിൽ ചൊവ്വാഴ്ച വൈകിട്ട് 4:45 സംഭവമുണ്ടായത്. റോഡിനോട് ചേർന്നുള്ള വീടിന്റെ മുൻവശത്ത് അടിച്ചുവാരുകയായിരുന്ന തോട്ടത്തിൽപ്പടി വീട്ടിൽ ചാമിയുടെ ഭാര്യ വത്സലയുടെ 2.5 പവനോളം തൂക്കം വരുന്ന സ്വർണ്ണമാലയാണ് ബൈക്കിലെത്തിയ മോഷ്ടാക്കൾ കവർന്നത്. വീടിന് മുമ്പിൽ കുനിഞ്ഞ് ചപ്പുചവറുകൾ അടിച്ചുവാരുന്നതിനിടെ ബൈക്കിലെത്തിയ സംഘം മാല പൊട്ടിച്ച് കടന്നുകളയുകയായിരുന്നു. വത്സല നിലവിളിച്ച് പിറകെ ഓടിയെങ്കിലും സംഘം അതിവേഗം രക്ഷപ്പെടുകയായിരുന്നു. വത്സലയുടെ നിലവിളി കേട്ട് സമീപവാസികൾ ഓടിക്കൂടിയെങ്കിലും മോഷ്ടാക്കൾ കടന്നുകളഞ്ഞു. തുടർന്ന് ചെർപ്പശ്ശേരി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. മോഷണ ശ്രമത്തിനിടെ മാലയുടെ താലി നിലത്ത് പൊട്ടിവീണു. വത്സലയുടെ കഴുത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. സമീപത്തെ CCTV ക്യാമറയിൽ നിന്നും മോഷ്ടാക്കളുടേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഒരു 4-ഓട് കൂടെ ഞാൻ അവിടെ അടിച്ചു കുനിഞ്ഞു നിന്ന് അടിച്ചു വരായിരുന്നു. ബാക്കിൽ കൂടി ഇങ്ങനെ ഫ്രണ്ടിൽ കൂടി വന്നത് ഞാൻ കണ്ടില്ല. ഞാൻ അങ്ങനെ കുനിഞ്ഞു നിന്നോട് കണ്ടില്ല. കഴുത്തിന് ഇങ്ങോട്ട് അടിക്കലും പൊട്ടിക്കലും പോകും കഴിഞ്ഞതിന് പിന്നാലെ ഞാൻ ഓടി. അപ്പോഴത്തേന് ഞാൻ നിലവിളിയും കൂടി ആൾക്കാരൊക്കെ വന്നു. പക്ഷെ ആരും അതിൻ്റെ ഒപ്പം എത്താൻ പറ്റില്ല. മകൻ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അവൻ വണ്ടി എടുത്ത് പിന്നാലെ പോയി, കണ്ടില്ല. പിന്നെ ഇവിടെ ഉള്ളൊരു അടുത്തുള്ള ചേച്ചി പിന്നാലെ ഓടി. മറ്റേത് പീടിയൻ്റെ അവിടെയൊക്കെ ആൾക്കാരുണ്ടാവരുണ്ട്, ആരും ഉണ്ടായിരുന്നില്ല. ഈ ചുറ്റുവട്ടത്ത് ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല. വീട്ടുകളിലുള്ള ആൾക്കാരൊക്കെ ഓടിക്കൂടി. അപ്പോഴത്തേന് അവര് ഓടി രക്ഷപ്പെട്ടു.
ബാക്കിലുള്ള ആളെ ഞാൻ കണ്ടു. ഒരു പാൻറ്റൊക്കെ ഇട്ടിട്ടുള്ള ഒരു നീല കള്ളിയാണോ എന്നൊക്കെ അറിയില്ല. ഒരു ചുവപ്പ് തൊപ്പിയും വെച്ചിട്ടുണ്ട്. ആ 2 പേരുണ്ടായിരുന്നു. മുന്നിലത്തെ ആളെ ഹെൽമെറ്റ് ഉണ്ട്. പക്ഷെ മുഖം രണ്ടാളുടെയും മുഖം ഞാൻ കണ്ടിട്ടില്ല. ബാക്ക് മാത്രമേ കണ്ടുള്ളൂ. അവര് വന്ന് ചോദിച്ചു. പിന്നെ ഞങ്ങളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അവിടെ ചെന്ന് സ്റ്റേഷനിൽ ചെന്നിട്ട് പരാതി എഴുതി കൊടുക്കാൻ പറഞ്ഞു. അതൊക്കെ ചെയ്തു. 2.5 പവൻ വലിച്ചോട് കൂടെ താലി പൊട്ടിയിട്ട് പടിക്കൽ വീണുള്ളൂ. അത് ഞങ്ങൾ സ്റ്റേഷനിലാവുമ്പോൾ ഇവിടുന്ന് ആരോ കണ്ടിട്ട് വിളിച്ച് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പൊ തന്നെ വിളിച്ചു, പോലീസ് എത്തുകയും ചെയ്തു. പട്ടാമ്പി ടൗണിലെ റോഡ് നവീകരണം കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കണമെന്ന് UDF. അപാകതകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ വികസന വിരോധികളായി മുദ്ര കുത്തിയിട്ട് കാര്യമില്ലെന്നും നേതാക്കളായ KR നാരായണസ്വാമി, MK മുഷ്താഖ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു. നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രവൃത്തികൾ വിലയിരുത്തി. ആ സ്ഥലത്തിന് ഇവിടുന്ന് ഇതുവരെയുള്ള വീതി കൂട്ടാതെ ഇവിടുന്ന് അങ്ങോട്ട് വീതി കുറച്ച് പോണതിന് അതിന്റെ കള്ളത്തരം. അപ്പുറത്തെ ഡ്രൈനേജ് എടുക്കാതെ ഡ്രൈനേജ് നിലനിർത്തിയിട്ട് ആ എസ്റ്റിമേറ്റ് പകരത്തിയുള്ള ഡ്രൈനേജ് പുതിയത് പണിയാതെ പണിയെടുത്തപ്പോഴാണ് ഞങ്ങൾ അതിനെ ശക്തമായിട്ട് എതിർത്തത്. അത് ശക്തമായിട്ട് UDF ഇത് നിരീക്ഷിക്കും. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തും. അതിന് വികസന വിരോധികളായിട്ട് ഞങ്ങൾ ചാപ്പ് കുത്തിയിട്ട് കാര്യമില്ല. ഇത് ജനങ്ങളും ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാരും വ്യാപാരികളും കാണുന്ന സംഭവമാണ്. ഇപ്പൊ നേരത്തെ തന്നെ MLA മുൻ വൈറ്റ് നിങ്ങൾ പത്രക്കാർ കണ്ടതാണ്. ഇവിടെ MLA തന്നെ പറഞ്ഞ എന്താ, നെസ്റ്റോ മോളിന്റെ അവിടെ ഇടപെടലുണ്ടായി, കൊപ്പം മാളിന്റെ അവിടെ ഇടപെടലുണ്ടായി. അത് എനിക്കറിയാം, നിങ്ങൾ ആരാ പറഞ്ഞതെന്നറിയാം. അതിന്റെ പിറ്റത്തെ ദിവസം നഗരസഭയുടെ ഭരണാധികാരിയായിട്ടുള്ള വൈസ് ചെയർമാൻ പറഞ്ഞു, അത് ഞാൻ എന്നെപ്പറ്റി അവഹേളിക്കുകയാണ്, എന്നെപ്പറ്റി പഴി പറയുകയാണെന്ന് പറഞ്ഞു. ഇതിൽ രണ്ടിലും ഞങ്ങൾ കക്ഷിയല്ല. നഗരസഭാ ഭരണവും MLAയും കുളിച്ചിന്റെ താല്പര്യക്കാരും കാരണം നമ്മുടെ റോഡിന്റെ വികസനം തടസ്സപ്പെടുകയാണ്. ആ തടസ്സപ്പെടുത്തുന്ന അത്തരത്തിലുള്ള ആ സ്വജനപക്ഷപാതം, അത്തരത്തിലുള്ള ധിക്കാരത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. 12.5 അല്ലെങ്കിൽ 12.7 ഒക്കെയാണ് വീതി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അവിടെ തന്നെ MLAയും മറ്റുള്ള ആളുകളും പറയുന്ന വാദം പൊളിയുകയാണ്. ചില താല്പര്യങ്ങൾക്ക് വേണ്ടി ചില ഭാഗങ്ങളിൽ വീതി കുറയ്ക്കുകയും ചില ഭാഗങ്ങളിൽ വീതി കൂട്ടുകയും ഒക്കെ ചെയ്യുന്നത് അത് ഈ പ്രദേശത്തെ ഈ ആളുകളോട് MLA പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഈ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പട്ടാമ്പി ടൗണിലെ റോഡ് നവീകരണ പ്രവൃത്തികൾ അശാസ്ത്രീയമാണെന്ന ആക്ഷേപവുമായി BJP രംഗത്ത്. ചില ഭാഗങ്ങളിൽ വീതി കുറച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നും ഇതിൽ ജനം ആശങ്കയിലാണെന്നും ഇതിന് പരിഹാരം കാണണമെന്നും നേതാക്കളായ അഡ്വക്കേറ്റ് മനോജ്, MP മുരളീധരൻ എന്നിവർ ആവശ്യപ്പെട്ടു. റോഡിന്റെ മേലെപ്പട്ടാമ്പി ഭാഗത്ത് റോഡിന് ധാരാളം വീതിയുള്ള സ്ഥലമാണ്. ഇരുഭാഗത്തും ഒരു ശാശ്വതമായ പരിഹാരമാണ് ഇതിന് വേണ്ടത്. റോഡിന്റെ ഡ്രെയിനേജ് പുറംപോക്കിന്റെ ഏറ്റവും അറ്റത്ത് നിർമ്മിക്കേണ്ടതാണ്. എന്നാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും. പട്ടാമ്പിയിൽ വന്ന് നോക്കിയാൽ ഡ്രെയിനേജുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് പുറംപോക്കിൽ നിന്നും ഇറക്കിയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. വീണ്ടും ഇനിയൊരു വികസനം വരുന്ന സമയത്ത് കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ഈ സംഗതികൾ വീണ്ടും പൊളിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഈ രീതിയിലാണ് പട്ടാമ്പിയിൽ വികസനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് അശാസ്ത്രീയമായിട്ടുള്ള വികസനമാണ്. ഇതുകൊണ്ട് ഇത് പലരെയും രക്ഷിക്കാനും സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പല ഭാഗത്തും ഈ റോഡ് വീതി കൂട്ടുന്ന സമയത്ത് ഇതിന്റെ നടുഭാഗത്ത് മധ്യഭാഗത്ത് ഡിവൈഡർ വെച്ചുകൊണ്ട് ഉള്ള രീതിയിൽ വെച്ചാൽ മാത്രമാണ് അത് ശരിയായ രീതിയിലായി തീരുകയുള്ളൂ. അല്ലാത്ത സമയം ഇത്തരത്തിലൊരു റോഡ് നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് വലിയ അപകടങ്ങൾക്ക് നാളെ കാരണമാകുന്നതാണ്. കേരളത്തിൽ ഇസ്ലാമോഫോബിയ വളർത്തുന്നതിൽ CPMന്റെ പങ്ക് ചെറുതല്ലാത്തതെന്ന് സന്ദീപ് ജി വാര്യർ. നെല്ലായിൽ മുസ്ലിം ലീഗ് ജില്ലാ വാഹന പ്രചാരണ ജാഥയ്ക്ക് നൽകിയ സ്വീകരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സന്ദീപ്. മുസ്ലിം ലീഗിൻ്റെ പ്രസക്തി ഈ രാജ്യത്ത് ഏറ്റവും അനിവാര്യമായതാണ്. വിവിധ മതങ്ങളെ ചേർത്ത് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ മുസ്ലിം ലീഗിന് സാധിക്കും. ഭരണഘടനാ നിർമ്മാണത്തിൽ ചാലകശക്തിയായത് മുസ്ലിം ലീഗാണ്. കേരളത്തിൽ ഇസ്ലാമോഫോബിയ വളർത്താൻ CPM വഹിച്ച പങ്ക് ചെറുതല്ലാത്തതാണ്. BJP പറയുന്ന വർഗീയത BJPയേക്കാൾ നന്നായി കേരളത്തിൽ പയറ്റുന്നത് CPM ആണെന്നും സന്ദീപ് ജി വാര്യർ പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവര് രണ്ടുപേരും ഒറ്റക്കെട്ടാണ് എന്നുള്ള കാര്യം ഞാൻ അന്നേ പറഞ്ഞതാണ്. CPM-ഉം BJP-യും എന്ന് പറയുന്നത് ഒരു അമ്മ പെറ്റ മക്കളെ പോലെയാണ്, സയാമീസ് ഇരട്ടകളാണ് കേരള രാഷ്ട്രീയത്തിൽ എന്നുള്ളത് ഞാൻ അന്നേ പറഞ്ഞതാണ്. അല്ലേ? എല്ലാവരും പല ആളുകൾ എന്നോട് ചോദിച്ചു, എന്തേ, ഞാൻ പണ്ടും പറഞ്ഞതാണ്, പല ആളുകൾ ചോദിച്ചു, എന്തേ നിങ്ങൾ BJP വിട്ടിട്ട് നിങ്ങൾക്ക് അധികാരമുള്ള CPM-ൽ പോകാമായിരുന്നില്ലേ, അധികാരമുള്ള CPM-ൽ പോകാമായിരുന്നില്ലേ എന്ന് പലരും ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ. ഇവിടെ BJP പറയുന്ന വർഗീയത BJPയേക്കാൾ നന്നായി കേരളത്തിൽ അത് പയറ്റുന്നത് CPM-ആണ്. ഇസ്ലാമോഫോബിയ പടർത്തുന്നതിൽ CPM-ന്റെ പങ്ക് അത് ചെറുതല്ലാത്തതാണ്, അത് പണ്ട് മുതൽക്കേ ഉള്ളതാണ്. ഇവരുടെ ഈ സൗഹാർദ്ദം, ഇവരുടെ ബാന്ധവം എന്ന് പറയുന്നത് എപ്പോഴും കോൺഗ്രസിനെയാണല്ലോ ആക്ഷേപിക്കാറുള്ളത്. ചരിത്രത്തിൽ എവിടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് BJP-യുമായിട്ടൊരു സന്ധിയും അവിടെ ഉണ്ടാക്കിയിട്ടില്ല.
ഇവിടെ ഊരിപ്പിടിച്ച വാളിന്റെയും ഉയർത്തിപ്പിടിച്ച കത്തിയുടെയും നടുക്കുകൂടി നടന്നുപോയി എന്ന് വീരസ്യം പറയുന്ന പിണറായി വിജയൻ കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ തയ്യാറാവുന്നല്ലോ. ഇപ്പോ കള്ളവോട്ടിന്റെ വിഷയമടക്കം വന്നപ്പോ, കള്ളവോട്ടിന്റെ വിഷയം തൃശ്ശൂർ അടക്കം വന്നപ്പോൾ FIR പോലും ഇടാൻ പിണറായി വിജയന്റെ സർക്കാർ തയ്യാറായിട്ടില്ല. മാത്രമല്ല, സുരേഷ് ഗോപിക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുക. ഞാൻ അതിലേക്ക് വരാം. ആര്? പിണറായി വിജയന്റെ പോലീസ്. മറുവശത്ത് രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടം, ഈ RSSനെതിരെയും സംഘപരിവാറിനെതിരെയും പ്രസംഗിച്ചതിന്റെ പേരിൽ, പറഞ്ഞതിന്റെ പേരിൽ, പ്രവർത്തിച്ചതിന്റെ പേരിൽ രാഹുൽ ഗാന്ധിയുടെ പേരിലുള്ള കേസുകളുടെ എണ്ണം നിങ്ങൾക്കറിയാം. 39 കേസുകളാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ രാഹുൽ ഗാന്ധിക്കെതിരെ RSSന്റെ ആളുകൾ കേസ് കൊടുത്തിരിക്കുന്നു. ഞാൻ ഈ കോൺഗ്രസിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞപ്പോ എനിക്ക് നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയ ചോദ്യവും എന്റെ നേരെ ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങളും ഞാൻ മുസ്ലിം ലീഗുമായി വളരെയധികം സൗഹാർദ്ദത്തിലാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും കൊടപ്പനക്കൽ തറവാട്ടിലാണ് ഞാൻ ആദ്യം പോയത്. ഇന്ദിരാഭവനിൽ പോകുന്നതിന് മുൻപായിട്ട് കൊടപ്പനക്കൽ തറവാട്ടിൽ പോയി എന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിശദീകരണം കൊടുക്കാനുള്ള ബാധ്യത എനിക്കുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ പഠിച്ചു. ഞാൻ നേരത്തെ ഉയർത്തിയിരുന്ന വിമർശനങ്ങൾ ശരിയാണോ എന്ന സംബന്ധിച്ചൊരു പരിശോധന ഞാൻ നടത്തി. ആ പരിശോധന നടത്തിയപ്പോ എനിക്കിപ്പോ ഉറപ്പിച്ചും തറപ്പിച്ചും പറയാൻ കഴിയും, എന്തൊക്കെയാണോ ഈ രാജ്യത്ത് മുസ്ലിം ലീഗിന്റെ വിമർശകർ ഈ പ്രസ്ഥാനത്തെ കുറിച്ച് പറഞ്ഞിരുന്നത് അത് മുഴുവൻ തെറ്റാണ് എന്ന് മുസ്ലിം ലീഗുകാർ പറയുന്നതിനേക്കാൾ നന്നായിട്ട് എനിക്ക് പറയാൻ കഴിയും. മുസ്ലിം ലീഗ് നെല്ലായ പഞ്ചായത്ത് സമ്മേളനവും പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി മരക്കാർ മാരായമംഗലം നയിക്കുന്ന ജില്ലാ വാഹന പ്രചരണ ജാഥയ്ക്കുള്ള സ്വീകരണവുമാണ് പേങ്ങാട്ടിരിയിൽ നടന്നത്. യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് PP അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു. വിവിധ കമ്മിറ്റികൾ ജാഥാംഗങ്ങൾക്ക് ഹാരാർപ്പണം നടത്തി. ജാഥ ക്യാപ്റ്റൻ മരക്കാർ മാരായമംഗലം സ്വീകരണത്തിന് നന്ദി പറഞ്ഞു. M വീരാൻ ഹാജി അധ്യക്ഷത വഹിച്ചു. സിദ്ദിഖ് രാങ്ങാട്ടൂർ, MT നാസർ മാസ്റ്റർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ശ്രീകൃഷ്ണപുരം വലമ്പലി മംഗലം മൂർത്തിയേടത്ത് മന സുധാകരൻ നമ്പൂതിരി ഗുരുവായൂർ ക്ഷേത്രം നിയുക്ത മേൽശാന്തി. ഒക്ടോബർ 1 മുതൽ 6 മാസത്തേക്കുള്ള മേൽശാന്തിയായി സുധാകരൻ നമ്പൂതിരിയെ തിരഞ്ഞെടുത്തു. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളായിരുന്നു സുധാകരൻ നമ്പൂതിരി. നമസ്കാരം. അടുത്ത 6 മാസക്കാലത്തേക്ക് ഗുരുവായൂർ മേൽശാന്തിയായിട്ട് ഭഗവാനെ സേവിക്കാനുള്ളൊരു അവസരം എനിക്ക് കൈവന്നിരിക്കുകയാണ്. വളരെ അപ്രതീക്ഷിതം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്കിനി 60 വയസ്സിൻ്റെ ഉള്ളിൽ എനിക്ക് 2 തവണ കൂടിയാണ് ഗുരുവായൂർ അപേക്ഷിക്കാൻ അവസരമുള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് ഭഗവാൻ എനിക്ക് അറിഞ്ഞു തന്നതുപോലെയാണ് ഇങ്ങനെയാണ് ഈ ഒരു നറുക്കെടുപ്പിലൂടെ കിട്ടിയ ഈ ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വിവരണാതീതമാണ്. ഇത് കിട്ടിയപ്പോൾ എനിക്ക് ഉണ്ടായ അനുഭൂതി എന്ന് പറയുന്നത് വാക്കുകൾക്ക് അതീതമാണ്. എന്താണ്, എങ്ങനെയാണ് പറയേണ്ടത് എന്ന് അറിയാത്ത ഒരു അവസ്ഥയിലാണ്. അപ്പോൾ എല്ലാം ഞാൻ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ബുധനാഴ്ച നടന്ന നറുക്കെടുപ്പിലാണ് ശ്രീകൃഷ്ണപുരം മൂർത്തിയേടത്തുമനയിൽ 59-കാരനായ സുധാകരൻ നമ്പൂതിരിയെ മേൽശാന്തിയായി തിരഞ്ഞെടുത്തത്. മൂർത്തിയേടത്ത് മനയിൽ നിന്ന് അങ്ങനെ വീണ്ടും ഒരാൾക്ക് കൂടി കണ്ണന് പാദസേവ ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചു. സുധാകരൻ നമ്പൂതിരിയുടെ മൂത്ത സഹോദരൻ കൃഷ്ണൻ നമ്പൂതിരി 2020 ഗുരുവായൂർ മേൽശാന്തിയായിരുന്നു. ജ്യേഷ്ഠൻ കൃഷ്ണൻ നമ്പൂതിരിയിൽ നിന്നാണ് സുധാകരൻ നമ്പൂതിരി പൂജാവിധികൾ പഠിച്ചത്. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രിൻസിപ്പാളാണ് സുധാകരൻ നമ്പൂതിരി. അമ്മ വീടായ തീയന്നൂർ മനയും പ്രസിദ്ധ തന്ത്രിവര്യന്മാരുടെ കുടുംബമാണ്. ഇപ്പോൾ ശ്രീകൃഷ്ണപുരം VT ഭട്ടതിരിപ്പാട് കോളേജ് മാനേജരായി പ്രവർത്തിച്ചു പോരുന്നു. ചുമതല ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായി നിയുക്ത മേൽശാന്തി 12 ദിവസം ക്ഷേത്രത്തിൽ ഭജനമിരിക്കും. അതിനുശേഷം സെപ്റ്റംബർ 30 രാത്രി ചുമതലയേൽക്കും. അച്ഛൻ പരേതനായ മൂർത്തിയേടം ശങ്കരനാരായണൻ നമ്പൂതിരി, അമ്മ പരേതയായ കൂനത്തറ തീയന്നൂർ മന ഉമാദേവി അന്തർജനം, ഭാര്യ ഷാജിനി, സുമനേഷ്, നിഖിലേഷ് എന്നിവർ മക്കളാണ്. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ആരംഭിക്കുന്ന ബ്ലഡ് ബാങ്കിൻ്റെ ട്രയൽ റൺ വിജയകരം. 80 മുതൽ 100 യൂണിറ്റ് വരെ രക്തം ശേഖരിക്കാനുള്ള സജ്ജീകരണം ബ്ലഡ് ബാങ്കിലുണ്ട്. ബ്ലഡ് സർവീസ് കേരളയിലെ 6 അംഗങ്ങളാണ് ട്രയൽ റണ്ണിൽ പങ്കെടുത്തത്. ട്രയൽ റൺ വിജയകരമായി പൂർത്തീകരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ K. ജാനകി ദേവി, വൈസ് ചെയർമാൻ K. രാജേഷ്, ആരോഗ്യസ്ഥിര സമിതി അധ്യക്ഷ ഫൗസിയ ഹനീഫ, കൗൺസിലർമാരായ കല്യാണി, C. സജിത്ത് എന്നിവർ ട്രയൽ റൺ സമയം സ്ഥലത്തുണ്ടായിരുന്നു.
MLA ഫണ്ടിൽ നിന്നും 73.51 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ബ്ലഡ് ബാങ്ക് സജ്ജീകരിച്ചിരിക്കുന്നത്. ആശുപത്രിയുടെ നിലവിലുള്ള കെട്ടിടത്തിൽ ബ്ലഡ് ബാങ്കിനാവശ്യമായ എല്ലാ മെഷീനുകളും തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിനായുള്ള ജീവനക്കാരെയും നിയമിച്ചു കഴിഞ്ഞു. രക്തത്തോടൊപ്പം രക്തഘടകങ്ങളായ പ്ലേറ്റ്ലെറ്റ്സ്, പ്ലാസ്മ എന്നിവ സൂക്ഷിക്കുന്നതിനും രോഗികളുടെ ആവശ്യത്തിനനുസരിച്ച് വിതരണം ചെയ്യുന്നതിനുള്ള സൗകര്യവും ബ്ലഡ് ബാങ്കിൽ ഉണ്ടാകും. 24 മണിക്കൂർ പ്രവർത്തന സജ്ജമാണ് നിലവിലെ ബ്ലഡ് ബാങ്ക്. ജില്ലാ ആശുപത്രിയിലും മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലുമാണ് സർക്കാർ മേഖലയിൽ നിലവിൽ ബ്ലഡ് ബാങ്ക് സൗകര്യമുള്ളത്. ഒറ്റപ്പാലത്ത് ഈ സൗകര്യം വരുന്നതോടെ ഒറ്റപ്പാലം താലൂക്കിലെയും പട്ടാമ്പി തുടങ്ങിയ സമീപ പ്രദേശങ്ങളിലെയും ആളുകൾക്ക് ഗുണപ്രദമാകും. ക്യാമ്പുകൾ സംഘടിപ്പിച്ചാൽ 50 യൂണിറ്റ് വരെ ബ്ലഡ് ശേഖരിക്കാനുള്ള സംവിധാനവും പുതിയ ബ്ലഡ് ബാങ്കിലുണ്ട്. ട്രയൽ റൺ വിജയകരമായതിനാൽ ഉടൻ തന്നെ ബ്ലഡ് ബാങ്ക് പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിക്കുമെന്നും താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിജിൻ ജോൺ ആളൂർ പറഞ്ഞു. ആശുപത്രിയിൽ നമുക്ക് ഇന്ന് നമ്മുടെ ബ്ലഡ് ബാങ്കിൻ്റെ ട്രയൽ റൺ വിജയകരമായി പൂർത്തീകരിച്ചു. ആദ്യഘട്ടത്തിൽ ട്രയൽ റണ്ണിൻ്റെ ഭാഗമായിട്ട് ബ്ലഡ് ഡോണേഴ്സ് അസോസിയേഷൻ്റെ 6 പേരാണ് നമ്മുടെ ഇന്ന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത്. ഈ ട്രയൽ റൺ വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഘട്ടത്തിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ ബ്ലഡ് ബാങ്ക് പ്രവർത്തനക്ഷമമാക്കാൻ സാധിക്കും. നിലവിൽ നമുക്കൊരു 80 മുതൽ 100 പേരെ ബ്ലഡ് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉള്ളത്. നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് ആശുപത്രിയിൽ അഫറസിസ് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ കൂട്ടിക്കൊണ്ടുവരാനുള്ള കാര്യങ്ങളായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ബഹുമാനപ്പെട്ട MLA MP അതുപോലെ ഭരണസമിതി, നഗരസഭാ ഭരണസമിതിയൊക്കെ നമ്മുടെ കൂടെ കൂട്ടായിട്ടുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളിലും ബ്ലഡ് ബാങ്ക് സുസജ്ജമാണ്. ജീവനക്കാരും ആവശ്യത്തിന് ജീവനക്കാരും അല്ലാണ്ട് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ബ്ലഡ് ബാങ്ക് ആയിട്ടാണ് നമ്മളിതിനെ വിഭാവനം ചെയ്യുന്നത്. ഒറ്റപ്പാലം നിവാസികളുടെ ഈ ഒരു മേഖലയിൽ, പടിഞ്ഞാറൻ മേഖലയുടെ വളരെ ചിരകാലമായിട്ടുള്ള ഒരു അഭിലാഷമായിരുന്നു ബ്ലഡ് ബാങ്കിൻ്റെ ഒരു ഇത്. എന്തായാലും അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്നത്തെ ട്രയൽ റണ്ണോടുകൂടി നമുക്ക് നല്ല രീതിയിൽ തന്നെ ബ്ലഡ് ബാങ്ക് ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ജനങ്ങളുടെ ദീർഘകാലത്തെ ആവശ്യം സാക്ഷാത്കരിക്കാൻ പ്രയത്നിച്ച എല്ലാവരോടും നന്ദിയുണ്ടെന്ന് ബ്ലഡ് സർവീസ് കേരള അംഗങ്ങൾ പറഞ്ഞു. നമ്മുടെയൊക്കെ ഒരു സ്വപ്നമായിരുന്നിട്ടുള്ള ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയുടെ ഒരു ബ്ലഡ് ബാങ്ക്, അത് നമുക്കിന്ന് ഒരു ട്രയൽ റണ്ണോട് കൂടിയിട്ട് നമ്മൾ തുടങ്ങിയിരിക്കുകയാണ് ഇവിടെ. അങ്ങനെ അതിന് ഒരുപാട് പേരുടെ പ്രയത്നങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഇത്തരത്തിലൊരു സാധാരണക്കാരൻ ഉതകുന്ന രീതിയിൽ നമുക്കൊരു ബ്ലഡ് ബാങ്ക് ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചതിൽ പ്രയത്നിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇപ്പോൾ അത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇന്നൊരു ട്രയൽ റൺ മാത്രമായിരുന്നു. അപ്പോൾ അതും വിജയകരമായി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടൊരു ഇനോഗ്രേഷൻ അടുത്ത് തന്നെ ഉണ്ടാവും. അതിനുശേഷം പൊതുജനങ്ങൾക്ക് ബ്ലഡ് ബാങ്കിൻ്റെ ഉപയോഗം അവർക്ക് പ്രാബല്യത്തിൽ വരും. ഏലംകുളം പഞ്ചായത്തിന്റെ ഇടപെടൽ ഫലം കണ്ടു. ചെറുകര റെയിൽവേ സ്റ്റേഷന് സമീപം അടിപ്പാതയ്ക്ക് റെയിൽവേയുടെ അനുമതി ലഭിച്ചു. അടിപ്പാതയുടെ നിർമ്മാണത്തിന് വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് ET മുഹമ്മദ് ബഷീർ MP അറിയിച്ചതായി ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P സുധീർ ബാബു പറഞ്ഞു. ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ പാതയുടെ വികസനത്തിന്റെ ഭാഗമായി ചെറുകര റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം 150 മീറ്ററോളം നീട്ടി വികസിപ്പിച്ചിരുന്നു. പ്ലാറ്റ്ഫോം നീട്ടിയതോടെ റെയിൽവേ പാളത്തിന്റെ കിഴക്കുഭാഗത്ത് താമസിക്കുന്ന ആളുകൾക്ക് ചെറുകരയിൽ എത്തുന്നതിനുള്ള വഴി തടസ്സപ്പെട്ടു. സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോം അവസാനിക്കുന്ന ഭാഗത്ത് അടിപ്പാത നിർമ്മിക്കുന്നതിന് ഗ്രാമപഞ്ചായത്തിന്റെയും ആക്ഷൻ കൗൺസിലിന്റെയും നേതൃത്വത്തിൽ റെയിൽവേ ഡിവിഷണൽ മാനേജരെ സമീപിച്ച് പരാതി നൽകിയിരുന്നു. തുടർന്നാണ് അണ്ടർപാസ് അനുവദിച്ച് ഉത്തരവായതെന്ന് ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P സുധീർ ബാബു അറിയിച്ചു. ചെറുകര റെയിൽവേ സ്റ്റേഷനിൽ ഷൊർണൂർ ഭാഗത്തേക്കുള്ള ട്രെയിനുകളുടെ എൻജിൻ സ്റ്റോപ്പ് ഭാഗത്താണ് അടിപ്പാത നിർമ്മിക്കുക. ഡെപ്പോസിറ്റ് സ്കീമിൽ മാത്രമേ പ്രവൃത്തികൾ അനുവദിക്കുകയുള്ളൂ എന്നാണ് റെയിൽവേ അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഇതിനാൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കി പഞ്ചായത്തിലേക്ക് റെയിൽവേയുടെ മറുപടി ലഭിച്ചിട്ടുണ്ട്. 2,56,04,943 രൂപയുടെ എസ്റ്റിമേറ്റാണ് ലഭിച്ചിട്ടുള്ളത്. ഈ തുക MP ഫണ്ടിൽ നിന്നും അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ET മുഹമ്മദ് ബഷീർ MPയെ സമീപിച്ചിട്ടുണ്ട്. വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് MP ഉറപ്പു നൽകിയതായി ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P സുധീർ ബാബു പറഞ്ഞു. ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ വലിയൊരു നിവേദനം ബഹുമാനപ്പെട്ട റെയിൽവേ ഡിവിഷണൽ മാനേജർക്ക് കഴിഞ്ഞ വർഷം സമർപ്പിക്കുകയുണ്ടായി. ഏകദേശം 150ഓളം മീറ്റർ ചെറുകര റെയിൽവേ സ്റ്റേഷൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് സ്റ്റേഷൻ നീട്ടുന്ന സംഭവം ഇവിടെ റെയിൽവേൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ അലിഗഡ് മാതിരിയുള്ള വലിയ സർവകലാശാല നിലനിൽക്കുന്ന 4, 3 അതേമാതിരിയുള്ള വാർഡുകൾക്ക് പ്രവേശനം ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ റെയിൽവേ അതിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഡിവിഷൻ മാനേജർക്ക് കൊടുത്ത പരാതിയുടെ ഭാഗമായി ഒരു അണ്ടർപാസ് ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ വലിയൊരു നിവേദനം സമർപ്പിച്ചതിൻ്റെ ഭാഗമായി ലഭിച്ചിരിക്കുകയാണ്. ഏകദേശം 4,57,00,000 രൂപയാണ് അതിൻ്റെ എസ്റ്റിമേറ്റായിട്ട് വന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട MPക്ക്
അതിൻ്റെ എസ്റ്റിമേറ്റും ബാക്കി കാര്യങ്ങളൊക്കെ സമർപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട MP ഇന്നലെ നേരിട്ട് കണ്ടിട്ടില്ല, വിളിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇതിന് നല്ല രീതിയിലാണ് പ്രതികരിച്ചിട്ടുള്ളത്. അതിന് വേണ്ട നടപടികളൊക്കെ സ്വീകരിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. നവീകരണത്തിന്റെ ഭാഗമായി 3 മാസം മുമ്പ് പൊളിച്ച് ആദ്യഘട്ട പ്രവൃത്തികൾ പൂർത്തിയാക്കിയ അലനല്ലൂർ കൂമഞ്ചിറ റോഡിലെ പൊടിശല്യം കാരണം നാട്ടുകാരും വിദ്യാർത്ഥികളും വലഞ്ഞു. ചെറിയ വാഹനങ്ങൾ പോകുമ്പോൾ പോലും കണ്ണു കാണാൻ കഴിയാത്ത രീതിയിലാണ് പൊടി ഉയരുന്നത്. കല്ലുകൾ തെറിക്കുന്നതും പതിവാണ്. വലിയ കല്ലുകളിട്ട് റോഡ് പൂർണ്ണമായും തങ്ങൾ അടച്ചിടുമെന്ന് അധികൃതർക്ക് നാട്ടുകാരുടെ മുന്നറിയിപ്പ്. അല്ലെങ്കിൽ പിന്നെ MLA പതിയിൽ പങ്കില്ലാന്ന് വിട്ടു പറഞ്ഞു. ഇന്നലെ ഞാൻ ചോദിച്ചപ്പോഴേ ഞാൻ സെക്രട്ടറി നേരിട്ട് കണ്ടു. ഞങ്ങൾ ഏതായാലും 2 ലോഡ് കല്ലുപടി അവിടെ കൊണ്ടുപോയിട്ട് ഒരു വണ്ടി ഇങ്ങനെ ഓടുന്ന സ്കൂളിൽ രാവിലെ എൻ്റെ അടുത്ത് കുഞ്ഞാണി പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതിൽ രാഷ്ട്രീയം വേണ്ട, ഒന്നും വേണ്ട, എല്ലാവർക്കും ഉള്ള തീരുമാനിച്ചുകൊള്ളത് എന്തെങ്കിലും കാര്യം ഇവിടെ അങ്ങോട്ട് മാറ്റി. ഈ കേട്ട അമർഷത്തിന് കാരണം അധികൃതരുടെ ദീർഘവീക്ഷണമില്ലാത്ത പ്രവൃത്തികളാണ്. അലനല്ലൂർ കൂമഞ്ചിറ റോഡ് നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി അലനല്ലൂർ ചന്തപ്പടി മുതൽ കൂമഞ്ചിറ വരെ പൂർണ്ണമായും പൊളിച്ചിട്ടു. അതിനുശേഷം ബിറ്റുമിൻ മിശ്രിതം വിരിച്ച് നിലമൊരുക്കി. എന്നാൽ മഴ കാരണം പ്രവൃത്തി പിന്നീട് നടന്നില്ല. എങ്കിലും മഴ പെയ്യുമ്പോൾ വലിയ പ്രശ്നമുണ്ടായിരുന്നില്ല. എന്നാൽ വെയിൽ തുടർച്ചയായി തെളിഞ്ഞതോടെ റോഡിലൂടെയുള്ള യാത്ര മാത്രമല്ല സമീപവാസികളും ദുരിതത്തിലായി. വാഹനങ്ങൾ പോകുമ്പോൾ വീടിനകത്തും പുറത്തും ഒരുപോലെ പൊടിശല്യമാണ്. ആളുകളുടെ ദേഹത്തേക്കും വീടുകളിലേക്കും കല്ലുകൾ തെറിക്കുന്നുമുണ്ട്. ഈ 2 കിലോമീറ്റർ ഭാഗത്ത് ഇപ്പോൾ താമസിക്കാൻ കഴിയാത്ത അവസ്ഥയായി. പൊടിശല്യം കാരണം ശ്വാസതടസ്സം ഉൾപ്പെടെയുള്ള ആളുകളെ ബന്ധുവീടുകളിലേക്ക് മാറ്റി താമസിപ്പിച്ചിരിക്കുകയാണ് ഇവർ. അരമണിക്കൂർ ഇടവേളകളിൽ റോഡ് നനയ്ക്കേണ്ട സാഹചര്യമാണെന്ന് ബിജു മേനോൻ ശ്രീചിത്ര പറഞ്ഞു. സ്ട്രോക്ക് ആയിട്ട് ഇപ്പോൾ 1 മാസമായി. ഇപ്പോൾ ഏകദേശം ഒന്നും പിച്ച വെച്ച് നടക്കണ പോലെ നടത്തിക്കുകയാണ് ഞങ്ങൾ. പക്ഷേ മുറ്റത്ത് കൂടെ നടക്കാൻ പറ്റില്ല. പൊടി ശല്യം കാരണം അത് ആകെ ഇതായിട്ട് നിന്നിട്ട് അപ്പുറത്തേക്ക് മാറ്റി. മിനിയാന്ന് മുതൽക്ക് അങ്ങോട്ടാക്കിയിരിക്കുക പെങ്ങന്മാരെ വീട്ടിലേക്ക്. ഇവിടെ ഒരാളിപ്പോൾ കയറണില്ല. വീടിൻ്റെ ആ കാറൊക്കെ ഒന്ന് നോക്കി നിങ്ങൾ. ഇപ്പം ഞാൻ പറയുന്നല്ല, ആ കാറൊക്കെ ആകെ പൊടിയെ ഇപ്പം ഇന്നാൾ കഴുകി കൊണ്ടു വെച്ചതാണ്. ഇവിടെ ഒരു സാധനം കൊടുക്കാൻ പറ്റില്ല, ഒക്കെ പൊടിയാണ്. അപ്പം ഞങ്ങൾക്ക് നല്ല ഇവിടെ സ്കൂളിൻ്റെ അവിടെയൊക്കെ ഒന്ന് ചെന്ന് നോക്കി ഒരു ചായപ്പീടിയിലേക്ക് ഒരാൾ കയറുന്നില്ല. അപ്പോൾ അവിടെ പൊടികാരണേ. അപ്പം ഇത് ഇങ്ങനെ ഞാൻ അരേശം മണിക്കൂർ കൂടുമ്പോൾ അപ്പോൾ ഇത് നനയ്ക്കണത്. ഈ നനയ്ക്കൽ കഴിഞ്ഞ് ഞാനിപ്പോൾ നിങ്ങൾ ഞാൻ നനയ്ക്കണ കണ്ടിട്ടല്ലേ നിങ്ങളത്. ഞാൻ എന്താ ഞങ്ങൾ ഫോണിൽ സംസാരിക്കാമെന്നാണ് വിചാരിച്ച് അവിടെ നിന്ന് നോക്കണ സമയത്ത് ഇത് എനിക്ക് അരമണിക്കൂർ. ഇതിപ്പോൾ സ്ഥിരം എത്രയോ വട്ടം പേര് കാണുന്നതാണ്. ഇത് കൂടെ പോണവർ തന്നെ കാണുന്നതാണ്. വണ്ടികളാണെന്ന് വെച്ചാൽ നല്ല സ്പീഡിൽ. ഇങ്ങനത്തെ ഒരു വണ്ടിയുടെ പിന്നിൽ നമുക്കൊരു നടന്നു പോകാനോ ഒരു സ്കൂട്ടറിൽ പോകാനോ പറ്റില്ല. പറഞ്ഞു മനസ്സിലായോ? അധികൃതരുടെയും ജനപ്രതിനിധികളുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പ്രശ്നത്തിന് പരിഹാരമുണ്ടായിട്ടില്ല. വാഹനം ഉപയോഗിച്ച് പേരിന് മാത്രം നനച്ചു പോകും. അതുകൊണ്ട് കാര്യമാകുന്നില്ലെന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. ഭക്ഷണത്തിലും വെള്ളത്തിലും പൊടി. വസ്ത്രം ധരിച്ചാൽ ദേഹം ആസകലം ചൊറിച്ചിൽ. റോഡ് പണി ഇനിയും നടത്താൻ ഉദ്ദേശമില്ലെങ്കിൽ റോഡ് ബ്ലോക്ക് ചെയ്യേണ്ടി വരുമെന്ന് ഹംസപ്പ മേലേക്കാലത്തിൽ പറഞ്ഞു. എല്ലാ കുട്ടികളും എല്ലാ വീട്ടുകാരും എല്ലാ രോഗികളും അവസ്ഥയാണ്. നാളെ മറ്റന്നാളെ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ 2 ലോഡ് കല്ലുപടി എവിടെയും കൊണ്ട് തട്ടും. ഹൈസ്കൂളിൽ പിന്നെ മാഷോട് പറഞ്ഞിട്ടേ ചെയ്യുള്ളൂ. മാഷോട് പറയും ഇങ്ങനെ 2 ലോഡ് കല്ല് റോട്ടുമ്പോൾ കൊണ്ട് ഇടുകയാണ്, അതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ ചോദിച്ചും. അത് ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. നിലവിലുണ്ടായിരുന്ന റോഡിന് വലിയ കുഴപ്പങ്ങളുണ്ടായിരുന്നില്ല. ദീർഘവീക്ഷണമില്ലാതെ ധൃതിയിൽ റോഡ് പൊളിച്ചതാണ് ഈ ദുരിതത്തിന് കാരണം. സാങ്കേതിക വിഷയങ്ങൾ പറഞ്ഞ് പ്രവൃത്തി നീട്ടിക്കൊണ്ടുപോയാൽ റോഡ് പണി എന്ന് പൂർത്തിയാകുമെന്നാണ് സാമൂഹ്യ പ്രവർത്തകനായ അബ്ബാസ് കളത്തിൽ ചോദിക്കുന്നത്. ഇത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയുന്നത് സാങ്കേതികം പറഞ്ഞിട്ട് മഴയാണ്, പിന്നെ മറ്റു കാരണങ്ങൾ പറഞ്ഞത് വെയിലരിക്കുമ്പോൾ അവർ പിന്നെ ചെയ്യാമെന്ന് പറയുമ്പോഴേക്കിനും അവർ ഒരുങ്ങുമ്പോഴേക്കിനും മഴ പെയ്യുന്നു. ഇതിൽ വേറെ മറ്റൊരു പ്രശ്നമല്ല. ഇവിടെ വേറെ യാതൊരു കക്ഷി രാഷ്ട്രീയം ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല. ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ദിനപ്രതി ഈ സ്കൂളിലെ കുട്ടികൾ ഈ പൊടിയും തിന്നുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇതിന് ഈ അധികൃതർ കണ്ണ് തുറന്നേ പറ്റൂ. ഇത് ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇതിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണം. ഞങ്ങൾ ഇത്രയും ശ്രമിച്ചു. ഇവർ മഴ പോട്ടെ എന്ന് പറഞ്ഞ് മഴ ഈ കാലത്ത് ഇവിടെ തീരൂല. വേനൽക്കാലത്തും മഴ പെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞത് ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടാണ് ഈ ബൈക്ക് ഓടിച്ചും പോകണം, കാർ ഓടിച്ചും ഇതിൽ പോകുന്നത്. ഡെയിലി ഇപ്പോൾ 2-3 പ്രാവശ്യം യാത്ര ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾക്ക് അലനല്ലൂർ വരാണ്ട് മറ്റു മാർഗ്ഗമില്ല ജീവിക്കുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് വളരെയധികം ഈ അധികൃതർ കണ്ണ് തുറന്ന് ഈ കാര്യത്തിന് വളരെ അധികം ശ്രദ്ധ ചെലുത്തി എന്തെങ്കിലും അവരെ വിവേചനാധികാരം ഉപയോഗിച്ചെങ്കിലും ചെയ്തു തരണം. 2023-2024 സാമ്പത്തിക വർഷത്തിലെ സംസ്ഥാന ബജറ്റിൽ 1.5 കോടി രൂപ ചെലവിലാണ് അലനല്ലൂർ കൂമഞ്ചിറ പെരുമ്പടാരി കമ്പനിപ്പടി റോഡ് നവീകരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കരിങ്കല്ലത്താണി. MSF പ്രതിഷേധത്തെ തുടർന്ന് മഞ്ചേരി ഉപജില്ലാതല അണ്ടർ-19 ഫുട്ബോൾ ടീം സെലക്ഷൻ ട്രയൽസ് മാറ്റിവെച്ചു.
സ്കൂൾ തല ട്രയൽസ് നടത്താതെ നേരിട്ട് ഉപജില്ലാ ടീമിനെ കണ്ടെത്താനുള്ള നീക്കത്തിനെതിരെയാണ് MSF മഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചത്. ഇതേ തുടർന്നാണ് പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കേണ്ട ട്രയൽസ് മാറ്റിവെച്ചത്. വ്യാഴാഴ്ച ജില്ലാതല ഫുട്ബോൾ ടീം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് മഞ്ചേരി ഉപജില്ലാ കമ്മിറ്റി ബുധനാഴ്ച പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ട്രയൽസ് നടത്താൻ തീരുമാനിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് സ്കൂളുകൾക്കും മത്സരാർത്ഥികൾക്കും കഴിഞ്ഞ ദിവസമാണ് അറിയിപ്പ് ലഭിച്ചത്. സ്കൂൾ തലങ്ങളിൽ സെലക്ഷൻ നടത്താതെ നേരിട്ട് സബ് ജില്ലയിലേക്ക് തിരഞ്ഞെടുക്കുന്നത് നിരവധി വിദ്യാർത്ഥികളുടെ അവസരങ്ങൾ ഇല്ലാതാക്കും. മാത്രമല്ല, ഉപജില്ലയിലെ മറ്റു സ്കൂളുകളിൽ 11സിന് സജ്ജമായ ഗ്രൗണ്ടുകൾ ഉണ്ടെന്നിരിക്കെയാണ് 7സിന് മാത്രം സൗകര്യമുള്ള പാണ്ടിക്കാട്ടേക്ക് ട്രയൽസ് നടത്താൻ ഉപജില്ലാ അധികൃതർ തീരുമാനിച്ചത്. ഇതിനെതിരെയാണ് MSF മഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധവുമായി എത്തിയത്. മത്സരങ്ങളും തമ്മിലുള്ള ഒരു മാനുവൽ ഉണ്ട്, ഗവൺമെൻറ് തയ്യാറാക്കി. ആ മാനുവൽ പ്രകാരം കൃത്യമായി ആ രീതിയിൽ തന്നെ നടക്കണം. അത് സാധാരണഗതിയിൽ ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കൽ സ്കൂളുകൾ തമ്മിൽ അതാത് സബ് ജില്ലകളിലെ സ്കൂളുകൾ തമ്മിലുള്ള മത്സരം നടത്തി അതിൽ നിന്ന് വിജയിച്ച കുട്ടികൾക്ക് അതിൽ രണ്ടാം സ്ഥാനം കിട്ടിയ 3ാം സ്ഥാനം കിട്ടിയ കുട്ടികൾക്ക് കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിൽ നിന്നാണ് സബ് ജില്ലയിലേക്കുള്ള ടീമിനെ കണ്ടെത്തിയിരുന്നത്. അവരാണ് ജില്ലയിലേക്ക് മത്സരത്തിന് പോയിരുന്നത്. ഈ ഒരു പരിപാടികളൊന്നും നടക്കാതെ ഈ ഒരു ടൂർണമെൻറ്റ് നടത്താതെ ഒരു പ്രഹസനം എന്ന നിലക്ക് നാളെ ജില്ലാ മത്സരം നടക്കുകയാണ്. അതുകൊണ്ട് ഈ സബ് ജില്ലയിൽ നിന്നൊരു ടീം ഉണ്ടാക്കണം എന്നൊരു നിർബന്ധത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കുട്ടികൾ അവിടെ നിന്നൊക്കെ തട്ടിക്കൂട്ടി ചെറിയ ട്രയൽസ് നടത്തിയിട്ട് അതിലൂടെ ഒരു ടീം ഉണ്ടാക്കാതെ ഒരു പ്രഹസനമാണ് സബ് ജില്ലാ അധികാരികൾ നടത്തുന്നത്. അതൊരിക്കലും MSF എന്ന വിദ്യാർത്ഥി സംഘടന സമ്മതിക്കൂല. അതുപോലെ തന്നെ കൃത്യമായി മത്സരം നടത്തി അതിൽ നിന്ന് മാത്രം ടീം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നാണ് നമുക്ക് ഡിമാൻഡ് ചെയ്യാനുള്ളത്. ഒഫീഷ്യലായിട്ടുള്ള AIO നിന്ന് കിട്ടിയ ഉത്തരവ് അനുസരിച്ച് പ്രവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്ന് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവർ കൃത്യമായി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ട്രയൽസിൽ വന്ന വിദ്യാർത്ഥികൾ കൃത്യമായി അവരുടെ ആവശ്യങ്ങൾ പറയുന്നുണ്ട്. കൃത്യമായി കളികൾ നടക്കുന്നത് 1.5 വർഷങ്ങളായിട്ട് കൃത്യമായി ട്രെയിനിങ് നടത്തി വരുന്ന ആളുകളാണ്. അവർക്ക് കളിച്ച് അവർക്ക് അവരുടെ ഭാവിയിലേക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ഈ ഇവന്റിനെ മാറ്റണം. അവർക്ക് അവസരങ്ങൾ ഈ സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും കിട്ടുന്ന ഈ ചെറിയ ചെറിയ അവസരങ്ങളെ അവർക്കുള്ളൂ. 15 വിദ്യാലയങ്ങളിൽ നിന്നുള്ള 60-ലധികം വിദ്യാർത്ഥികളാണ് ട്രയൽസിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നത്. എന്നാൽ ഇത് കേവലം ചടങ്ങ് നടത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള ട്രയൽസ് മാത്രമാണെന്നും പ്രതിഭാശാലികളുടെ അവസരം ഇല്ലാതാക്കാൻ ഇത് കാരണമാകുമെന്നും വിദ്യാർത്ഥികളും പ്രതികരിച്ചു. സ്കൂളിൽ തമ്മിൽ മത്സരിക്കലാണ് ചെയ്യൽ. അപ്പോൾ ഇക്കൊല്ലം ഇന്നലെ തലേന്ന് ദിവസമാണ് നമുക്ക് അറിയിപ്പ് നൽകുന്നത് സെലക്ഷനാണ്. നമ്മൾ ഇത്രയും കൊല്ലം 1.5 കൊല്ലമായി ഞങ്ങൾ ക്യാമ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇത്രയും ക്യാമ്പ് ചെയ്തതിന് ഒരു റിസൾട്ടും ഇല്ലാതെ ഡയറക്റ്റ് നേരെ സെലക്ഷൻ ആയിക്കൊണ്ട് വരുമ്പോൾ എല്ലാ പ്ലേയേഴ്സിനും അത് ഭാവിക്ക് നഷ്ടമായിക്കാരം. കാരണം എന്താ വെച്ചാൽ നമുക്ക് അതിനുള്ള കിട്ടുന്ന സർട്ടിഫിക്കറ്റ് നമുക്ക് അത്രയും മൂല്യമുള്ള സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ എന്താ പറയുക, ഈ സെലക്ഷൻ നടക്കുന്ന ഗ്രൗണ്ടാണെങ്കിലും 7സിൻ്റെ ഗ്രൗണ്ടാണ്. 11സിൻ്റെ കളി നടക്കേണ്ട ആൾക്കാരാണ്. ഞങ്ങൾക്ക് കളിക്കേണ്ട ആൾക്കാരൊക്കെ 11s കളിക്കുന്ന ആൾക്കാരാണ്. സബ് ജില്ലാ തലമുള്ള മത്സരങ്ങളും 11സാണ്. എന്നിട്ടിപ്പോൾ 7സിൻ്റെ ഗ്രൗണ്ടിലാണ് എന്താ പറയുക സെലക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എന്താ പറയുക കളിക്കാനുള്ള അവസരം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. MSF പ്രവർത്തകരുടെ പ്രതിഷേധം ശക്തമായതോടെ സ്കൂൾ അധികൃതർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ട്രയൽസ് മാറ്റിവെക്കാൻ AIO അടക്കമുള്ളവർ നിർബന്ധിതരാവുകയായിരുന്നു. ബാസിത്ത് വളരാട്, ബിസ്മി മുഹമ്മദ്, സലീഖ് നെല്ലിക്കുത്ത്, സഫ്വാൻ കീഴാറ്റൂർ, ആസിൽ വളരാട്, അജ്നാസ്, ഇർഫാൻ, ഖലീൽ റഹ്മാൻ, അഡ്വക്കേറ്റ് റമീസ് വീമ്പൂർ, നാജിഹ്, ഷഹലാൻ, ഇർഷാദ്, ലുക്കുമാൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്. ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് സ്ഥാപിച്ച പച്ചത്തുരുത്തുകളിൽ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച ഭക്ഷ്യവനം സംസ്ഥാനതലത്തിൽ 2ാം സ്ഥാനം നേടി. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ടാഗോർ ഹാളിൽ നടന്ന ചടങ്ങിൽ പുരസ്കാരം ഏറ്റുവാങ്ങി. കോളേജുകളുടെ വിഭാഗത്തിൽ ജില്ലയിൽ 1ാമതെത്തിയതിന്റെ തുടർച്ചയായാണ് സംസ്ഥാനതലത്തിലേക്ക് ഭക്ഷ്യവനം പരിഗണിക്കപ്പെട്ടത്. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ജില്ലാ ജൈവവൈവിധ്യ ബോർഡിന്റെ സാമ്പത്തിക സഹായത്തോടെ VTB കോളേജിലെ 1 ഏക്കറിൽ 400ഓളം ഫലവൃക്ഷങ്ങളാണ് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. പൂർണ്ണമായും ജൈവ രീതിയിലാണ് ഇവ വളർത്തിയിരിക്കുന്നത്. കോളേജിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റും നർമ്മദ നേച്ചർ ക്ലബ്ബുമാണ് ഇവയുടെ പരിപാലന ചുമതല ഏറ്റെടുത്തുള്ളത്. ജൈവ വൈവിധ്യ ബോർഡ് അനുവദിച്ച 5 ലക്ഷം രൂപയോടൊപ്പം ഗ്രാമപഞ്ചായത്തിന്റെ വിഹിതമായി 2 ലക്ഷം രൂപയും അടക്കം 7 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി വിനിയോഗിച്ചിരിക്കുന്നത്. റംബുട്ടാൻ, നാരകം, പേര, മാങ്കോസ്റ്റിൻ, ചാമ്പ, സപ്പോട്ട തുടങ്ങിയ ഫലവൃക്ഷങ്ങളോടൊപ്പം നീലക്കൊടുവേലി, സർവ്വസുഗന്ധി, നീർമാതളം, അശോകം, ആടലോടകം, കറിവേപ്പ്, തിപ്പലി, കൂവളം എന്നിവയെല്ലാം ഈ പച്ചത്തുരുത്തിലുണ്ട്. ശ്രീകൃഷ്ണപുരത്തെ ജൈവ കർഷകരുടെ കൂട്ടായ്മയായ ജൈവോർഗ് പ്രവർത്തകരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ഫ്രൂട്ട് ഫോറസ്റ്റ് തയ്യാറാക്കിയത്. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ പച്ചത്തുരുത്തുകളുടെ മികച്ച അംഗീകാരങ്ങൾ കിട്ടിയതിൽ ജില്ലാതലത്തിൽ നിന്നും 9 പച്ചത്തുരുത്തുകളാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്.
ആ 9 പച്ചത്തുരുത്തുകളിൽ കോളേജുകളിൽ ഏറ്റവും മികച്ച ഒന്നാമത്തെ പച്ചത്തുരുത്തായി തിരഞ്ഞെടുത്തത് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ VTB കോളേജിലെ വാട്ടർ വാലി ഫുഡ് ഫോറസ്റ്റ് ആണ്. അതിൽ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അഭിമാനം കൊള്ളുകയാണ്. 2021-22 നമ്മളുടെ ഈ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. ജൈവ വൈവിധ്യ വകുപ്പിൻ്റെ 5 ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് 1.5 ലക്ഷം രൂപയും ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫുഡ് ഫോറസ്റ്റ് പച്ചത്തുരുത്ത് ആരംഭിച്ചിട്ടുള്ളത്. അതിൽ 3 വർഷമായിട്ട് നമ്മുടെ മെയിൻ്റെനൻസ് ഗ്രാമപഞ്ചായത്ത് നടത്തുന്നുണ്ട്. ഇത് നടത്തിയ നമ്മുടെ VTB കോളേജിലെ 1 ഏക്കർ 25 സെൻറ്റ് സ്ഥലത്താണ് ചെയ്തിട്ടുള്ളത്. അവിടുത്തെ നേച്ചർ ക്ലബ്ബ് NSS കുട്ടികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിലാണ് അതിൻ്റെ പരിപാലനം ചെയ്തു വരുന്നത്. ജൈവോർഗ് എന്ന ഏജൻസിയുടെ നേതൃത്വത്തിലാണ് പച്ചത്തുരുത്ത് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ജൈവ വൈവിധ്യ വകുപ്പിൻ്റെയും ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൻ്റെയും VTB കോളേജിൻ്റെയും സംയുക്ത സംരംഭമായിട്ടാണ് നമ്മൾ പച്ചത്തുരുത്ത് ആരംഭിച്ചിട്ടുള്ളത്. അവിടെ നല്ലൊരു പച്ച തുരുത്ത് തന്നെ ഹരിതാപമായി നമുക്ക് അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് അളവ് കുറച്ചുകൊണ്ട് ഓക്സിജൻ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മരങ്ങളെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാതൃക പ്രവർത്തനം നമ്മുടെ മറ്റുള്ള VTB കോളേജിലത്തെ അവരുടെ നല്ല രീതിയിലുള്ള പരിപാലനം കൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ തന്നെ അത് അവിടെ പരിപാലിച്ച് പോരുന്നത്. ഇനി ഭാവി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കോളേജിനെ ഒരു മികച്ച അഗ്രോ ടൂറിസം സെന്റർ ആക്കിയിട്ട് മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഒരു ആലോചനകൾ നമ്മൾ നടത്തുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു മികച്ച ജൈവവേലി, അതുപോലെ തന്നെ മഴവെള്ള സംഭരണി 5 ലക്ഷം ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു മഴവെള്ള സംഭരണി രൂപപ്പെടുത്തിയെടുക്കുവാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ സന്ദർശകർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ട്രെക്ക് പാത്ത് നിർമ്മിക്കുവാനുള്ള ഒരു ആലോചന. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഭാവി പ്രവർത്തനങ്ങളിലേക്ക് വേണ്ടിയിട്ട് ആലോചിച്ചിട്ടുണ്ട്. എല്ലാത്തിനും എങ്ങനെ വന്നാലും നമുക്ക് ഈ ഒരു അവാർഡ്, ഈ ഒരു അംഗീകാരം ലഭിച്ചത് ഏറ്റവും വലിയ സന്തോഷവും അഭിമാനവും നൽകുന്ന ഒന്നാണ് നമ്മുടെ കോളേജിനെ സംബന്ധിച്ചിടത്തോളം. വിവിധ തലങ്ങളിൽ ശ്രദ്ധ നേടിയവരെ കോട്ടോപ്പാടം കല്ലടി അബ്ദുഹാജി ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവാധ്യാപകരുടെയും ജീവനക്കാരുടെയും കൂട്ടായ്മയായ സിനർജി ആദരിച്ചു. ലൈബ്രറി കൗൺസിൽ സംസ്ഥാന കൗൺസിലറും മുൻ അധ്യാപക അവാർഡ് ജേതാവുമായ PN മോഹനൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മികച്ച അധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ സ്കൂളിലെ P ഗിരീഷിനെയും നീറ്റ് PG പരീക്ഷയിൽ 422 റാങ്കോടെ ഉന്നത വിജയം നേടിയ ഡോക്ടർ GK രേണുവിനെയുമാണ് ആദരിച്ചത്. സ്കൂളിൽ നടന്ന ചടങ്ങ് ലൈബ്രറി കൗൺസിൽ സംസ്ഥാന കൗൺസിലറും മുൻ അധ്യാപക അവാർഡ് ജേതാവുമായ PN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. സിനർജി പ്രസിഡന്റ് KA കരുണാകരൻ അധ്യക്ഷനായി. മുൻ പ്രധാനാധ്യാപകൻ PT സെബാസ്റ്റ്യൻ, മുൻ പ്രിൻസിപ്പാൾ P ജയശ്രീ, സിനർജി സെക്രട്ടറി K രവീന്ദ്രൻ, ഭാരവാഹികളായ KN ബലരാമൻ നമ്പൂതിരി, K ഉബൈദുള്ള, ഹമീദ് കൊമ്പത്ത്, M ഉമ്മർ തുടങ്ങിയവർ പങ്കെടുത്തു. കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച റോഡിലെ ട്രാൻസ്ഫോമർ മാറ്റി സ്ഥാപിക്കാത്തത് അപകട ഭീഷണിയാകുന്നു. അമ്പലപ്പാറ ചുരങ്ങാട് മലപ്പുറം മലമുക്ക് കൈത്തോട് റോഡിലാണ് അപകട ഭീഷണി. മലമുക്ക് പള്ളിക്ക് സമീപത്ത് 4 കൂടിയ റോഡിലാണ് ട്രാൻസ്ഫോമർ ഉള്ളത്. പള്ളിയിലേക്കും പ്രദേശത്തെ വീടുകളിലേക്കും നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്ന പാതയിലാണ് അപകടക്കെണിയുള്ളത്. രാത്രിയിലാണ് അപകടാവസ്ഥ കൂടുതൽ. മൺപാതയായിരുന്ന ഭാഗം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നവീകരിച്ചിരുന്നത്. റോഡിൽ നിന്ന് ട്രാൻസ്ഫോമർ മാറ്റാതെയായിരുന്നു നവീകരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ട്രാൻസ്ഫോമർ സ്ഥാപിച്ച വൈദ്യുതി തൂൺ നിൽക്കുന്ന ഭാഗം ഒഴിവാക്കിയാണ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് കാരണം ഈ ഭാഗത്ത് റോഡിൻ്റെ വീതിയിലും വ്യത്യാസം വന്നിട്ടുണ്ടെന്നും ആരോപണമുണ്ട്. ട്രാൻസ്ഫോമറിന് സുരക്ഷാവേലിയില്ലാത്തതും അപകടാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട്. മലമുക്ക് കൈത്തോട് റോഡ് ഏകദേശം 1/2 കിലോമീറ്ററിനടുത്ത് 22.5 ലക്ഷം രൂപ ചെലവിലാണ് നവീകരിച്ചിരുന്നത്. അടിയന്തരമായി ട്രാൻസ്ഫോമർ മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് അമ്പലപ്പാറ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. ട്രാൻസ്ഫോമർ മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടി അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് വാർഡംഗം സൗദ സലീം അറിയിച്ചു. അമ്പലപ്പാറയിൽ പഴകിയ അച്ചാർ പാക്കറ്റുകൾ റോഡരികിൽ കണ്ടെത്തിയ സംഭവത്തിൽ അച്ചാർ കമ്പനിക്കെതിരെ ഗ്രാമപഞ്ചായത്ത് പിഴ ചുമത്തി. പുതുശ്ശേരി പ്രിയദർശിനി ഫുഡ് കമ്പനിക്കെതിരെയാണ് 5000 രൂപ പിഴ ചുമത്തിയത്. വേങ്ങശ്ശേരി ജവാൻ നഗറിനും അകവണ്ട തൊട്ടുപാലത്തിനും ഇടയിലെ ഒഴിഞ്ഞ സ്ഥലത്താണ് 2 ചാക്കുകളിലായി പഴകിയ അച്ചാർ പാക്കറ്റുകൾ തള്ളിയിരുന്നത്. മാലിന്യം ശ്രദ്ധയിൽപ്പെട്ട പരിസ്ഥിതി പ്രവർത്തകനായ മുകുന്ദൻ വടക്കീട്ടിലാണ് വിവരം പഞ്ചായത്ത് അധികൃതരെ അറിയിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പുതുശ്ശേരി പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന പ്രിയദർശിനി ഫുഡ്സ് കമ്പനിയാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. പുതുശ്ശേരി ഹെൽത്ത് ഇൻസ്പെക്ടർ ഗിരീഷ് വഴിയായിരുന്നു അന്വേഷണം. തുടർന്ന് കമ്പനിക്കെതിരെ 5000 രൂപ പിഴ ചുമത്തി. മാലിന്യ പാക്കറ്റുകൾ ശാസ്ത്രീയമായി സംസ്കരിക്കാൻ കമ്പനി പ്രതിനിധിക്ക് കൈമാറുകയും ചെയ്തു. കാലാവധി കഴിഞ്ഞ അച്ചാർ പാക്കറ്റുകളാണെന്നും വിതരണക്കാർ ആരെങ്കിലും തള്ളിയതാവാനാണ് സാധ്യത എന്നും കമ്പനി അധികൃതർ അറിയിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി രാധാകൃഷ്ണൻ, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ റോഷൻ ഉസൈൻ,
മാലിന്യമുക്തം നവകേരളം ജില്ലാ ക്യാമ്പയിൻ സെക്രട്ടേറിയറ്റ് അംഗം CR മണികണ്ഠൻ, ഹരിതകർമ്മസേന പ്രസിഡന്റ് പുഷ്പലത എന്നിവർ നേതൃത്വം നൽകി. മുതിർന്ന CPM നേതാവായിരുന്ന M. വാമനന്റെ ചരമവാർഷിക ദിനത്തിൽ വാണിയംകുളം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാമനൻ സ്മൃതി സംഘടിപ്പിച്ചു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം K. രാധാകൃഷ്ണൻ MP പരിപാടി ഉദ്ഘാടനം ചെയ്തു. CPMന്റെ ജില്ലയിലെ മുതിർന്ന നേതാവായിരുന്ന M. വാമനന്റെ 11ാം ഓർമ്മദിനത്തിലാണ് വാമനൻ സ്മൃതി എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത്. CPM വാണിയംകുളം ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടി കേന്ദ്ര കമ്മിറ്റി അംഗം K. രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. നിലവിലുള്ള സാമൂഹിക വ്യവസ്ഥയെ മാറ്റിമറിക്കാതെ നമ്മുടെ സമൂഹത്തിൽ മുന്നോട്ട് പോകാനും മുന്നേറാനും കഴിയില്ല എന്ന കൃത്യമായ പ്രത്യയശാസ്ത്ര നിലപാടായിരുന്നു, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്. നിലവിലുള്ള സാമൂഹിക വ്യവസ്ഥയെ മാറ്റിമറിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കൃത്യമായ കാഴ്ചപ്പാടുകൂടി പ്രത്യയശാസ്ത്ര നിലപാടുകൂടി സംഘടനാ ശേഷിയോടെ അത് മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പ്രതികൂല സാഹചര്യങ്ങളിൽ നേരിട്ടുകൊണ്ട് വാമനെ പോലെയുള്ള നിരവധി സഖാക്കൾ നേതാക്കൾ പ്രവർത്തിച്ചു. ഉദ്ഘാടനത്തിന് ശേഷം വ്യത്യസ്ത വിഷയങ്ങളിൽ സെമിനാറുകൾ നടന്നു. മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ്, പ്രൊഫസർ M. നാരായണൻ എന്നിവർ വിവിധ വിഷയങ്ങളിൽ സംസാരിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M.R. മുരളി അധ്യക്ഷനായി. വാമനൻ പഠന കേന്ദ്രം ചെയർമാൻ KP സുധീർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S. അജയ്കുമാർ, ജില്ലാ കമ്മിറ്റി അംഗം M. ഹംസ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ K. ഭാസ്കരൻ, K. ഗംഗാധരൻ, ലോക്കൽ സെക്രട്ടറി TP ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒരിടവേള കൂടി. വാർത്തകൾ തുടരുന്നു. വാണിജ്യ വാർത്തകൾ നോക്കാം. രുചിയൂറും ഭക്ഷണ വിഭവങ്ങൾ മനസ്സ് നിറച്ച് കഴിച്ചാലോ? എന്നാൽ ഏലംകുളം മുതുകുർശിയിലെ നൂറാസ് കിച്ചണിലേക്ക് വന്നോളൂ. അറേബ്യൻ, ചൈനീസ്, നാടൻ വിഭവങ്ങളുടെ കലവറ തന്നെയാണ് നൂറാസ് കിച്ചണിൽ ഒരുക്കിയിട്ടുള്ളത്. ഏലംകുളം മുതുകുർശി ടൗണിൽ പാലത്തിനു സമീപം മാടാല കോംപ്ലക്സിലാണ് നൂറാസ് കിച്ചൺ പ്രവർത്തനം ആരംഭിച്ചത്. നാടൻ വിഭവങ്ങൾക്കൊപ്പം അറേബ്യൻ, ചൈനീസ് രുചിക്കൂട്ടുകളുടെ വൈവിധ്യങ്ങളും ഒരുക്കിയാണ് നൂറാസ് കിച്ചൺ മുതുകുർശിക്കാർക്കായി തുറന്നിരിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ വ്യാപാര വ്യവസായ മേഖലയിലെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ MP കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ നെല്ലായ, കരിമ്പന മുഹമ്മദ് മുസ്ലിയാർ എന്നിവർ ചേർന്ന് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇരുപത് വർഷത്തിലധികമായി മുതുകുർശിയിൽ പ്രവർത്തിച്ചു വരുന്ന ഹക്കീം ടീക്കടയുടെ സഹോദര സ്ഥാപനമാണ് നൂറാസ് കിച്ചൺ. തനി നാടൻ വിഭവങ്ങളോടൊപ്പം ബാർബിക്യൂ, ഹണി, പെരി പെരി, പെപ്പർ തുടങ്ങി 5ഓളം അൽഫാം വെറൈറ്റികളും തന്തൂരി ചിക്കൻ, ചിക്കൻ ടിക്ക, പെപ്പർ ചിക്കൻ മസാല, കടായി ചിക്കൻ, ബട്ടർ ചിക്കൻ തുടങ്ങി വിവിധതരം വെറൈറ്റി നോൺ വെജ് വിഭവങ്ങളും 10ഓളം വെറൈറ്റി ഫ്രൈഡ് റൈസുകൾ, 5ഓളം വെറൈറ്റി ബിരിയാണി, സുർബിയാൻ, ചിക്കൻ, എഗ്, വെജ് ഷെസ്വാൻ തുടങ്ങി 10ഓളം വെറൈറ്റി നൂഡിൽസുകൾ, വെറൈറ്റി സൂപ്പുകൾ തുടങ്ങിയവയും അറേബ്യൻ, ചൈനീസ്, നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളുടെ വൈവിധ്യങ്ങളും നൂറാസ് കിച്ചണിൽ ആസ്വദിക്കാനാകും. വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളോടെ ശാന്തമായും സ്വസ്ഥമായും രുചിയൂറും ഭക്ഷണ വിഭവങ്ങൾ മനസ്സ് നിറച്ച് കഴിക്കാനുള്ള സൗകര്യമാണ് നൂറാസ് കിച്ചണിൽ ഒരുക്കിയിരിക്കുന്നത്. ദിവസവും സ്പെഷ്യൽ ഓഫറുകളും ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും നൂറാസ് കിച്ചണിൽ ലഭ്യമാണ്. മറ്റു വാർത്തകൾ. ചെർപ്പളശ്ശേരി അയ്യപ്പൻകാവിൽ മേൽശാന്തിയുടെ വക നടത്തിവരാറുള്ള കന്നി നിറമാല ബുധനാഴ്ച ആഘോഷിച്ചു. വൈകിട്ട് ചുറ്റുവിളക്ക്, ത്രിപിൾ, കേളി എന്നിവയും ഉണ്ടായി.
പുലർച്ചെ തൃത്താല ശ്രീനിയുടെ അഷ്ടപതിയോടെയായിരുന്നു പരിപാടികൾ തുടങ്ങിയത്. തുടർന്ന് പഞ്ചഗവ്യം, 25 കലശം എന്നിവയുണ്ടായി. തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് വിശേഷാൽ പൂജകൾക്ക് കാർമ്മികത്വം വഹിച്ചു. മേൽശാന്തി തെക്കുംപറമ്പത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സഹകാർമ്മികനായി. വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന എന്നിവയ്ക്ക് ശേഷം ചെർപ്പശ്ശേരി ശിവൻ നയിച്ച ത്രിപിൾ കേളിയും ഉണ്ടായി. അത്താഴപൂജ, ശ്രീബലി, തൃപ്പുക എന്നിവയോടെയായിരുന്നു സമാപനം. ശാസ്ത്രീയ കലകൾക്ക് പ്രചാരം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സ്പിക് മാക്കെ കേരളയുടെ നേതൃത്വത്തിൽ ഓങ്ങല്ലൂർ മരുതൂർ AM-LP സ്കൂളിൽ കുച്ചിപ്പുടി നൃത്തം അരങ്ങേറി. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. പ്രശസ്ത കുച്ചിപ്പുടി നർത്തകി രശ്മി ചൊവ്വല്ലൂരാണ് നൃത്തപരിശീലനം നൽകിയത്. കുച്ചിപ്പുടിയുടെ ആവിർഭാവവും ചരിത്രവും കുട്ടികളെ പരിചയപ്പെടുത്തി. പ്രധാനാധ്യാപിക ഡൈസി, വിദ്യാരംഗം സ്കൂൾ കോർഡിനേറ്റർ ശ്രീജ, PTA പ്രസിഡന്റ് മുനീർ പാലത്തിങ്കൽ, മാനേജ്മെന്റ് പ്രതിനിധി സിദ്ദിഖ്, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. കരിങ്കലത്താണി ഫാത്തിമ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ PTA നേതൃത്വത്തിൽ ഹൈസ്കൂൾ വിഭാഗം കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി പാരന്റിംഗ് എഡ്യൂക്കേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസ വിദഗ്ധനും മനഃശാസ്ത്രജ്ഞനും അൽഷിഫ കോളേജിന്റെ പ്രിൻസിപ്പാളുമായ ഡോക്ടർ കമാലുദ്ദീൻ ക്ലാസിന് നേതൃത്വം നൽകി. PTA പ്രസിഡന്റ് ഫൈസൽ പാലത്ത്, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ PK സുബൈർ, K റഫീഖ്, ജലീൽ, വിജയശ്രീ, പ്രധാനാധ്യാപകൻ രമേശ്, സ്റ്റാഫ് സെക്രട്ടറി P അജിത തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തി പഞ്ചായത്തുകളിൽ ജനവിധി അട്ടിമറിക്കാൻ CPM ശ്രമമെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. കേന്ദ്രത്തിലെ BJPയും കേരളത്തിലെ CPMഉം ഒരുപോലെയാണെന്നും VT ബൽറാം. വോട്ടർ പട്ടികയിലെ പ്രശ്നങ്ങൾ ഉന്നയിച്ച് നെല്ലായ പഞ്ചായത്തിലേക്ക് UDF മാർച്ച്. നാട്ടുകാരുടെ നിവേദനം ചുരുട്ടി വലിച്ചെറിഞ്ഞതിൽ പ്രതിഷേധിച്ച് ഏലംകുളം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ആക്ഷൻ കമ്മിറ്റിയുടെ മാർച്ച്. നിവേദനം ചുരുട്ടി വലിച്ചെറിഞ്ഞെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് P സുധീർ ബാബു. വിവാദം പുതുക്കി പണിത കുന്നക്കാവ് ഹെൽത്ത് സെന്ററിന് പേരിടുന്നതിനെ ചൊല്ലി. ഉദ്ഘാടനം കഴിഞ്ഞ കുമരമ്പത്തൂർ പഞ്ചായത്ത് കെട്ടിടത്തിന് വീണ്ടും ടെൻഡർ വിളിച്ച സംഭവം. ടെൻഡർ വിളിച്ചത് പൊതുമേഖലാ സ്ഥാപനമായ സിൽക്ക് എന്ന് ഭരണസമിതി. ക്രമക്കേടുണ്ടെങ്കിൽ മറുപടി പറയേണ്ടത് സിൽക്ക് പ്രതിനിധി. പട്ടാമ്പി ടൗണിലെ റോഡ് നവീകരണം കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കണമെന്ന് UDF. അപാകതകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ വികസന വിരോധികളായി മുദ്ര കുത്തി. പ്രവൃത്തികളിൽ അശാസ്ത്രീയത ആരോപിച്ച് BJPയും രംഗത്ത്. നെല്ലായ മാരായമംഗലത്ത് വീട്ടമ്മയുടെ 2.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല ബൈക്കിലെത്തിയ സംഘം കവർന്നു. റോഡിനോട് ചേർന്ന് മുറ്റമടിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരുന്നു മാല പൊട്ടിച്ചത്. ചെർപ്പശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ആരംഭിക്കുന്ന ബ്ലഡ് ബാങ്കിന്റെ ട്രയൽ റൺ വിജയകരം. 80 മുതൽ 100 യൂണിറ്റ് വരെ രക്തം ശേഖരിക്കും. ബ്ലഡ് ബാങ്ക് പൂർണ്ണതോതിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ആശുപത്രി സൂപ്രണ്ട്. ഏലംകുളം പഞ്ചായത്തിന്റെ ഇടപെടൽ ഫലം കണ്ടു. ചെറുകര റെയിൽവേ സ്റ്റേഷന് സമീപം അടിപ്പാതയ്ക്ക് റെയിൽവേയുടെ അനുമതി. 2.56 കോടി രൂപയുടേതാണ് എസ്റ്റിമേറ്റ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.